Okay, good morning. എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ഒരു പുതിയ എഡിറ്റോറിയൽ ഡിസ്കഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ആദർശ്. ഗുഡ് മോർണിംഗ്. യെസ്. സോ പ്രോപ്പർലി ഓഡിബിൾ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. സോ ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കഷൻ നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്താണ് ഈ ഒരു ടോപ്പിക്ക്, റൈറ്റ് ടു ഡിസ്കണക്ട് അല്ലെ. അതായത് നമ്മളിത് ഇതിങ്ങനെയുള്ള ഒരു രീതിയിലല്ല അത് അവതരിപ്പിച്ചത്. ഒരു എന്താ പറയാ, പല ഓഫീസസും എസ്പെഷ്യലി IT കമ്പനീസ്, നമ്മൾ വിപ്രോ, ടാറ്റ മുതലായിട്ടുള്ള IT കമ്പനീസിന്റെ പേര് എടുത്തു പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പല IT കമ്പനീസും ഇമോഷണൽ കോഷ്യന്റ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളുടെ ഒരു വെൽനെസ്സിന് വേണ്ടിയിട്ട് വെൽനെസ് സെന്റേഴ്സ്, യോഗ സെന്റേഴ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇൻസൈഡ് ദ ഓഫീസ് എന്നുള്ളത്. സോ ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് ദെയർ എംപ്ലോയീസ് എന്നുള്ളത്. അപ്പം വന്ദന തിവാരി, ഷീസ് ആൻ അഡ്വക്കേറ്റ് പ്രാക്ടീസിംഗ് അറ്റ് കൽക്കട്ട ഹൈക്കോർട്ട്, ആൻഡ് അവന്തിക ശുക്ല, ഷീസ് ആൻ അഡ്വക്കേറ്റ് പ്രാക്ടീസിംഗ് അറ്റ് ദ ഡൽഹി ഹൈക്കോർട്ട്. ഈ രണ്ട് അഡ്വക്കേറ്റ്സും കൂടെ വളരെ റീസെന്റ് ഒരു ബില്ല് പാസ്സായതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ലിനെ കുറിച്ചാണ് എഴുതുന്നത്. ഓക്കെ, ദ ഡ്രോയിങ് ദ ലൈൻ ആഫ്റ്റർ വർക്ക്, അതാണ് അവനകത്ത് എഴുതിയേക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ആർട്ടിക്കിൾ ഇതാണ്. യെസ്, ഐ ഹോപ്പ് ഇറ്റ്സ് വിസിബിൾ അല്ലേ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. സോ റൈറ്റ് ടു ഡിസ്കണക്ട്, ഡ്രോയിങ് ദ ലൈൻ ആഫ്റ്റർ വർക്ക്. അപ്പം നമ്മൾ ഇപ്പം ഒരു പക്ഷേ നിങ്ങൾക്ക് പലർക്കും ആ ഒരു സംഭവത്തെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിവുണ്ടാവില്ല. കാര്യം എന്താ വെച്ചാൽ, ജോലിയിലേക്ക് കടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഈവൻ ബാങ്ക് എംപ്ലോയീസ് ആണെങ്കിലും ഒബ്വിയസ്ലി 10 to 5 എന്ന ജോബ് അല്ല ബാങ്ക് എംപ്ലോയീസ് ചെയ്യുക അല്ലേ. നമുക്കറിയാം എപ്പോഴും ദേ ഹാവ് ടു ഡു കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ജോബ്. അവരൊരു ചിലപ്പോൾ 8 മണിക്കൊക്കെ തിരികെ വീട്ടിൽ വരിക, അങ്ങനെയുള്ള വളരെ വലിയ ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യാറുണ്ട്. ഇത് IT ഫേമിലുള്ളവർക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് കൊടുക്കുമ്പോഴും അവരെന്ത് ചെയ്യും, 24/7 അവൈലബിൾ ആകണം എന്ന രീതിയിൽ ഉള്ളൊരു വർക്ക് എൻവയോൺമെന്റ് ആണ് മുന്നോട്ടേക്ക് പോകുന്നത്. സോ ദാറ്റ് ഈസ് ലിറ്റിൽ ഡിസ്റ്റർബിങ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, so right to disconnect bill has been introduced as a private members bill. നിങ്ങൾ ഈ വേർഡ് കേട്ടിട്ടുണ്ടോ, പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ? പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, രാജ്യസഭയാണെങ്കിലും ലോകസഭയാണെങ്കിലും ബില്ല് അവതരിപ്പിക്കാനുള്ള അവകാശം കിട്ടുക മിനിസ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, പക്ഷേ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്ന് പറഞ്ഞ് നമുക്കൊരു റൈറ്റ് ഉണ്ട്. ഈ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് നമ്മൾ അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു MP മാരായിരിക്കും. ഓക്കെ, ഈ ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ 1 month പ്രയർ നമ്മൾ നോട്ടീസ് കൊടുക്കണം. പിന്നെ ഈ ബില്ല് പാസ്സാകാനുള്ള സാധ്യത വളരെ കുറവാണ് താനും. അങ്ങനെ പാസ്സായ ഒരു ബില്ല് 1956 ഇപ്പം വളരെ റീസെന്റ് അത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടിരിക്കുന്ന മുസ്ലിം വഖഫ് ബില്ല് അല്ലെ, 1956 അത് പാസ്സായതാണ്. അപ്പം പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു MP വന്ന് ഈ ബില്ല് അവതരിപ്പിക്കണമെന്ന് സ്പീക്കറിനോട്, സഭയോട് ആവശ്യപ്പെടുകയും ആ സഭയിൽ ആ ബില്ല് അവതരിപ്പിക്കുകയും അവതരിപ്പിച്ച ശേഷം അത് പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് പാസ്സായില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ എന്നെങ്കിൽ നമ്മുടെ സാധാരണ ബില്ലുകൾ മിനിസ്റ്റേഴ്സ് അവതരിപ്പിക്കുമ്പോൾ അവർക്കത് പാസ്സാക്കിയില്ല, ആ ബില്ല് പാസ്സായില്ല എങ്കിൽ അവിടെ അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഈവൻ റെസിഗ്നേഷനിലേക്ക് വരെ നീണ്ടു പോകാൻ പറ്റുന്ന സാധ്യതയുള്ള ഒന്നാണ് ആ ബില്ല്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒന്ന് MPs അവതരിപ്പിക്കുന്നത്, മറ്റത് മിനിസ്റ്റീരിയൽ പവേഴ്സ് ഉള്ളവർ അവതരിപ്പിക്കുന്നത്. ഈ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് ഫോം ചെയ്യുന്നത്, ഡ്രാഫ്റ്റ് ചെയ്യുന്നത് പേഴ്സണലി MPസും അവരുടെ അസിസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷേ എന്നെങ്കിൽ മറ്റേ ബില്ല്, വലിയ ബില്ല്, അമെൻമെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ബിൽസ് ഒക്കെ പാസ്സാക്കുന്നത് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, മിനിസ്റ്റീരിയൽ ആ ഒരു ഓഫീസ് ഉണ്ടാകും. അതുപോലെ അവര് നിയമോപദേശം തേടിയ ശേഷം മാത്രമേ ആ ബില്ല് അവതരിപ്പിക്കുകയുള്ളൂ. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഒരു 1956 ആദ്യകാലങ്ങളിൽ ഒരു ബില്ലിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് ഒന്ന് ജസ്റ്റ് എടുത്തു നോക്കിയപ്പം
ഈ ഒരു ബില്ല് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ, ചിലപ്പോൾ ഇനി ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നതിന്റെ തുടർച്ചയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. സോ മേ ബി സംടൈംസ് ഇയർ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം കേട്ടോ. ലൈക്ക് എനിക്ക് തെറ്റുപറ്റിയതായിരിക്കാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് നോക്കി പോവാം. ഇപ്പൊ അത് കിട്ടുന്നില്ല. ഓക്കെ, എനിവേസ് 1995 എന്ന് തോന്നുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ മേ ബി അതായിരിക്കും. ഞാനത് എടുത്തു നോക്കിയപ്പം ഡേറ്റ് കണ്ടതിന്റെ ചിലപ്പോൾ ഒരു വ്യത്യാസം വന്നതായിരിക്കാം കേട്ടോ അരവിന്ദ്. ഓക്കെ, താങ്ക് യു ഫോർ ദ നോട്ടിഫിക്കേഷൻ. യെസ്, ഓക്കെ. അപ്പൊ എന്തായാലും ആ ഒരു ബില്ലാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ കുറച്ച് ബിൽസ് അതിനകത്ത് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി കേട്ടോ. ഈ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽസിന്റെ എക്സാമ്പിൾസ് ഒന്ന് എടുത്തു നോക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു ബില്ലാണ് എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നത്. വേറെ ബില്ലുകൾ ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. ഓക്കെ, സോ റൈറ്റ് ടു ഡിസ്കണക്ട് ആക്ട്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പം ഈ ഡിസ്കണക്ട് ബിൽ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലായിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വന്നതാണ്. അതൊരു ഫോം ഓഫ് ലെജിസ്ലേഷനുമാണ്. ദാറ്റ് ഈസ് റെയർലി ഇനാക്റ്റഡ് അല്ലെ. നമുക്കറിയാം എല്ലാ കാലങ്ങളിലും ഈ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് ലോക്സഭയിലോ രാജ്യസഭയിലോ വരാറില്ല. ഓക്കെ, കാരണം ബില്ലുകളുടെ എണ്ണം എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഇന്ത്യ രൂപീകൃതമായിട്ട് 1950 മുതൽ അറ്റ്ലീസ്റ്റ് എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ടും നമുക്ക് എന്തില്ല, അങ്ങനെ ഒരു ബില്ല് നിലവില് ഒരു 10-15 ബില്ല് കൂടുതൽ, അത് അത്രയും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ബില്ലുകൾ മാത്രമേ അത് പാസ്സായിട്ടുള്ളൂ. ബില്ലുകൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം, പക്ഷെ അത് പാസ്സായിട്ടുള്ളൂ. ഓക്കെ, സോ കോണ്ടെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ റീസെന്റ് കൺസോളിഡേഷൻ ഓഫ് ലേബർ ലോ, നിയമ ലോ. ഓക്കെ, അതൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ഇപ്പൊ നമുക്ക് അറിയാം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അഡ്വക്കേറ്റ്സിനോടും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ് അല്ലെ. ഇന്ത്യൻ പീനൽ കോഡൊക്കെ മാറി ഭാരതീയ ന്യായ സംഹിതയായി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചേഞ്ചസും അതിനകത്തുള്ള നമ്പേഴ്സ്, ഇപ്പം 163 എന്നുള്ളത് 15(b) എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പൊ കൊടുക്കുന്നത്. മീൻസ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഭാരതീയ ന്യായ സംഹിതയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസും ലേബർ ലോയില് വന്ന വ്യത്യാസവും 4 ലേബർ കോഡ് ത്രൂ ദ 4 ലേബർ കോഡ്, അതായത് റെഗുലേറ്റിംഗ് വർക്കിംഗ് അവേഴ്സ് ഒരു ഏകദേശം നിയമ എന്താ പറയാ അതിൽ ഉൾപ്പെടുത്തുക, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ വർക്ക് ചെയ്യാം. അതിന്റെ ഔട്ട്കം എന്താണ്? എംപ്ലോയറുടെ കൺട്രോൾ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്ന എംപ്ലോയറുടെ കൺട്രോൾ എവിടെയാണ് ഉള്ളത് എന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എംപ്ലോയറുടെ കൺട്രോൾ എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഏത് സമയം കഴിഞ്ഞ് ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, എൻ്റെ എംപ്ലോയർ വിളിച്ചിട്ട് ഒരു 12 മണിയാകുമ്പോൾ പറയാണ് അത്യാവശ്യമായിട്ട് ഒരു മെയിൽ അയക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്ലൈന്റ് മീറ്റിംഗ് വരുന്നുണ്ട്, ജസ്റ്റ് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ആ ജോലി ഏറ്റെടുക്കണോ വേണ്ടയോ എന്നത് എംപ്ലോയറുടെ കൺട്രോളിൽ ഇരിക്കുമോ? അതായത് ദാറ്റ് മീൻസ് അവിടെ ആ നിയമം ഡിസ്കണക്ട് ബില്ല് പാസ്സായെങ്കിലും എൻ്റെ വർക്കിംഗ് അവറിൽ ഉൾപ്പെടുന്നതല്ല ആ കാര്യമെങ്കിലും ഞാനത് എടുക്കണോ വേണ്ടയോ എന്നതിന് ഒരു ക്ലാരിറ്റി കുറവ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, യെസ്, BNS ആണ് കേട്ടോ, കറക്റ്റ് ആണ്. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ബില്ല് എന്ന് പറയുന്നത് ഒരു പിവറ്റൽ മൂവ്മെന്റ് ആണ്. പിവറ്റൽ മീൻസ് ഫണ്ടമെന്റൽ ഒരു ക്രിട്ടിക്കൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ ഇന്ത്യൻ ലേബർ ലോ. ഓക്കെ, so in this age of digital technologies അല്ലെ, work increasingly extends beyond the physical workspace. ഇപ്പൊ നമ്മള് കുറച്ചുകൂടെ ഹൈബ്രിഡ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എല്ലാവർക്കും കോവിഡിന് ശേഷം വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് കിട്ടിയപ്പം ആക്ച്വലി കുറെ പേര് ട്രാപ്പായിരുന്നു. കാരണം എന്താ വെച്ചാല് പണ്ട് ഓഫീസിലാണെങ്കിൽ ഓക്കെ ഒരു 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് ഇറങ്ങണം, അയാൾക്ക് വീട്ടിലെത്തണം എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ വർക്ക് ഫ്രം ഹോം അല്ലേ, എന്തുമാത്രം ജോലി വേണമെങ്കിലും കൊടുക്കാമല്ലോ എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഉള്ളത്. ഓക്കെ, സോ ദെയർഫോർ ഇറ്റ് ഈസ് ഓൺലി പ്രൂഡന്റ് എന്ന് പറഞ്ഞാൽ സെൻസിബിൾ അല്ലെങ്കിൽ ജുഡീഷ്യസ് ലെജിസ്ലേച്ചറിന് എന്ത് കൺസിഡർ ചെയ്യുക? ലേബർ ലോ കൺസിഡർ ചെയ്യുക. ഈ ഒരു കോൺസ്റ്റന്റ് കണക്ടിവിറ്റി ഇൻ റെസ്പോണ്ട് ടു കോൺസ്റ്റന്റ്, അതായത് ഒരു വ്യക്തി അവരുടെ എംപ്ലോയറുമായിട്ട് കോൺസ്റ്റന്റ്ലി കണക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേബർ ലോയ് എന്നത് വളരെ സെൻസിബിൾ ആണ് എന്നാണ് പറയുന്നത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. സോ എന്തുകൊണ്ട് ഇത് വർക്ക് ചെയ്യില്ല? ഹൗ ഡസ് ഇറ്റ്? It does so in a framework that regulates work primarily through time-based construct. So work എന്നുള്ളത് ഒരു ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് ഈ ഒരു നിയമം അല്ലെ ഈ ഒരു ഫ്രെയിം വർക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്?
ഒരു എന്താ പറയുക കൃത്യസമയം കൃത്യനിഷ്ഠ കീപ്പ് ചെയ്ത് കൊണ്ടുള്ള ഒരു ടൈം ഫ്രെയിം ആയിട്ട് ഇത് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് ഇത് വരുന്നത്. പക്ഷേ ഈ നിയമം ഇംപ്ലിമെന്റഡ് ആകുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു ലോ പാസ്സായി കഴിഞ്ഞിട്ടും ഇത് എന്തുമാത്രം ഇഫക്റ്റീവ്ലി ആണ് ഇംപ്ലിമെന്റഡ് ആകുക, അവിടെ കുറച്ച് ലൂപ്പ് ഹോൾസ് അവിടെയും ഇടയും ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ക്രിട്ടിക്കലും അനലിറ്റിക്കലും ആയിട്ടാണ് ഈ ഒരു പാസേജ് മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, എന്നാൽ ബ്ലണ്ട് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യല്ല, ബട്ട് സ്റ്റിൽ പോരായ്മകളൊക്കെ ഡെഫിനറ്റ്ലി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇന്ത്യൻ ലേബർ ലോ എന്ന് പറയുന്നത് ഇസ് യെറ്റ് ടു ഡിഫൈൻ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആസ് വർക്ക് ഇൻ എ ഡിജിറ്റൽ എക്കണോമി. ഒരു ഡിജിറ്റൽ എക്കണോമിയിൽ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിൽക്കുന്നു ഇന്ത്യൻ ലേബർ ലോ. ഇവിടെ ഈ ബില്ലില് ആഫ്റ്റർ hours ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് എൻ്റെ ജോലി സമയത്തിന് ശേഷം എൻ്റെ എംപ്ലോയർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഡിസ്കണക്ട് എന്ന ഒരു നിയമം എനിക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമോ? ഓക്കെ, ക്ലാരിഫൈങ് ദ സ്കോപ്പ് ഓഫ് വർക്ക്. അപ്പം ഇവിടെ എൻ്റെ വർക്കിന്റെ സ്കോപ്പ് എന്താണ് എന്ന് ക്ലാരിഫൈ ചെയ്യാതെ എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇവിടെ ഈ ഒരു ഒമിഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. കാരണം എന്താ വെച്ചാൽ ഈ ബില്ല് എന്ന് പറയുന്നത് ബാക്കി കോഡ്സ് ലേബർ കോഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം വായിക്കുമ്പോൾ വർക്കിംഗ് ടൈമും എംപ്ലോയർ കൺട്രോളും എല്ലാം ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ ഇത് എന്തുമാത്രം ഈ ഒരു രീതിയിലുള്ള ഒരു ക്ലാരിറ്റിയുടെ ഒരു കുറവുണ്ട് എന്നാണ് പറയുന്നത്. സോ നമ്മൾ എക്സാമിൻ ചെയ്യുന്ന എന്താണ്, ഇവിടെ ഈ അൺറിസോൾവ് ആയിട്ടുള്ള പരിഹരിക്കപ്പെടാത്ത കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. ഈ ഡെഫിനിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നതിന്റെ പരിഹരിക്കപ്പെടാത്ത കുറച്ചധികം ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട്. The scope of the proposed right and its potential constitutional character while drawing a comparison as well. അപ്പം ഈ ഒരു റൈറ്റിന്റെ പ്രപ്പോസ്ഡ് ആയിട്ടുള്ള റൈറ്റ് സ്കോപ്പ് എന്താണ്, അതുപോലെ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിയമപരമായിട്ടുള്ള ക്യാരക്ടർ എന്താണ്, അതുപോലെ ഇതിന്റെ ഒരു കമ്പാരിസൺ ഇവിടെ നടത്തുന്നുണ്ട്. ഇനി സം ആംബിക്വിറ്റീസ് പറയുകയാണ്, ഒരു കുറച്ച് കൺഫ്യൂഷൻസ് ആൻഡ് ക്ലാരിറ്റി കുറവുകൾ ഇവിടെ പറയുന്നുണ്ട്. The bill provides the right to not respond to work related calls or mails beyond the prescribed working hour. ഈ ബില്ല് എംപ്ലോയി മീൻസ് the one who is working അല്ലെ, അവർക്ക് റൈറ്റ് ടു റെസ്പോണ്ട് അല്ലെ, റൈറ്റ് നോട്ട് ടു റെസ്പോണ്ട് അല്ലെ, റെസ്പോണ്ട് ചെയ്യാതിരിക്കാനുള്ള, കോൾസിനാണെങ്കിലും മെയിൽസിനാണെങ്കിലും റെസ്പോണ്ട് ചെയ്യാതിരിക്കാനുള്ള, അതായത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സിന് ശേഷം റെസ്പോണ്ട് ചെയ്യാതിരിക്കാനുള്ള എംപ്ലോയിയുടെ അവകാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ അതേസമയം തന്നെ ഇവിടെ ഇത് ഫെയിൽ ചെയ്തേക്കുന്ന എന്തിനെ കുറിച്ചാണ്, whether such after hour engagements falls within legal construct of work. പക്ഷേ നമുക്കിവിടെ പറഞ്ഞിരുന്നു ലേബർ ലോയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് 4 കാര്യങ്ങൾ അല്ലെ. ആ 4 കാര്യങ്ങളിൽ വരുമ്പോ ഈ ആഫ്റ്റർ അവർ എൻഗേജ്മെന്റ് അവിടെ ലീഗൽ കൺസ്ട്രക്ട് ഓഫ് വർക്ക് ആയിട്ട് വരുമ്പോ അവിടെ അത് തോറ്റു പോകുന്നില്ലേ? ഈ ഒരു റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ കോംപ്രമൈസ്ഡ് ആകുന്നുണ്ടോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഈ ഒരു ആംബിക്വിറ്റി എന്ന് പറയുന്നത് ക്ലിയർ ആണ്. ഓബ്വിയസ് മീൻസ് ദാറ്റ് ഇസ് ക്ലിയർ ഓർ അപ്പാരന്റ്. ഓക്കെ, സോ interaction with the bill with the occupational safety health and working condition code of 2020. okay, ഈ ഒരു ബില്ല് എന്ന് പറയുന്നത് ക്ലിയർലി ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് 2020 വളരെ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഗവേണിംഗ് വർക്കിംഗ് അവേഴ്സ് ആൻഡ് ഓവർ ടൈം ഇൻ ഇന്ത്യൻ ലേബർ ലോ, ഇന്ത്യയുടെ ലേബർ ലോയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നു. ഇനി ഈ ബില്ല് എന്ന് പറയുന്നത് ആഫ്റ്റർ hours ഡിജിറ്റൽ എൻഗേജ്മെന്റ് അമൗണ്ട്സ് ടു വർക്ക് അണ്ടർ കോഡ്. ഈ ആഫ്റ്റർ അവേഴ്സിലുള്ള ഡിജിറ്റൽ എൻഗേജ്മെന്റ് ത്രൂ മെയിൽസ് ഓർ കോൾസ്, 2 തരത്തിലുള്ള ഡിജിറ്റൽ എൻഗേജ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ 2 തരത്തിലുള്ള ഡിജിറ്റൽ എൻഗേജ്മെന്റിൽ വെദർ ഈ കോഡ് അവിടെ ആപ്ലിക്കബിൾ ആകുമോ, അതായത് ഇതെനിക്ക് കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ചെയ്ത് എൻ്റെ എംപ്ലോയറിനോട് എനിക്ക് പറയാം ഐ എം സോറി ഐ വിൽ നോട്ട് വർക്ക് ആഫ്റ്റർ ദ വർക്കിംഗ് അവേഴ്സ് എന്ന് എനിക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റുമോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായ നടപടിയിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മളുടെ ആർക്കാണ്, എംപ്ലോയറിന് റൈറ്റ്, ഹി ഹാസ് നോ റൈറ്റ് ടു ഗോ ഫോർ എ കേസ് അല്ലെ, എന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനോ ഉള്ള അവകാശം ഇല്ല അല്ലെങ്കിൽ ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കുറവ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, ദിസ് ഇൻഅഡ്വെന്റന്റ്ലി എന്ന് പറഞ്ഞാൽ ഇന്റൻഷനലി ബോധപൂർവമല്ലാതെ ഉള്ള
ഒരു കോൺസെപ്ച്വൽ ഗ്യാപ്പ്, അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കോൺസെപ്ച്വൽ ഗ്യാപ്പ് അല്ല, പക്ഷെ അത് അറിയാതെ വന്ന ഒരു കോൺസെപ്ച്വൽ ഗ്യാപ്പ് ആണ്. വേർ കമ്മ്യൂണിക്കേഷൻ ഇസ് റെഗുലേറ്റഡ് വിതൗട്ട് ബീങ് ഇന്റഗ്രേറ്റഡ് ഇൻ ദ ലീഗൽ ഫ്രെയിംവർക്ക് ഗവേണിംഗ് വർക്കിംഗ് ടൈം. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് റെഗുലേറ്റ് ചെയ്തേക്കുന്ന എന്താണ്, ഒരു ലീഗൽ ഫ്രെയിംവർക്കിലാണ്. ഈ വർക്കിംഗ് ടൈം മെൻഷൻ ചെയ്ത് പോകുന്ന ഒരു ഗവേണിംഗ് ആയിട്ടുള്ള ഒരു ലീഗൽ ഫ്രെയിംവർക്കുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട്, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ടു ഡിസ്കണക്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ബിഹേവിയറൽ നോം ദാൻ എ ലേബർ സ്റ്റാൻഡേർഡ്. അതായത് എൻ്റെ ഒരു ബിഹേവിയർ ആയിട്ട്, ഞാനിത് പ്രവർത്തിച്ചു വരുന്ന എൻ്റെ ഒരു ബിഹേവിയർ ആയിട്ട് മാത്രമാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്, അല്ലാതെ ഒരു ലേബർ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇത് കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. അതായത് നിയമപരമായ സാധ്യത വരുന്ന രീതിയിൽ ഇത് കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. അതല്ലാതെ ഇത് ഒരു എന്താ പറയുക, ബിഹേവിയറൽ നോം. ഓക്കെ, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ എന്തെങ്കിൽ റിയാക്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഐ ഹാവ് ടു റെസ്പോണ്ട് ടു ദ മെയിൽസ് എന്നുള്ള രീതിയിലും, അതായത് ഒരു എന്താ പറയുക, ക്ലാരിറ്റി കുറവ് അവിടെ കൃത്യമായി വരുന്നുണ്ട്. എംപ്ലോയർക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എൻ്റെ മേലെ എടുക്കാൻ ഉള്ള അവകാശം ഇല്ല എന്ന് എനിക്ക് പരിപൂർണമായിട്ട് പറയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതിവിടെ മനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്തതൊന്നും അല്ല, പക്ഷെ അൺഇൻറ്റൻഷനലി അത് വന്നു പോയ ഒന്നാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പല നിയമങ്ങൾ, ഇപ്പം ഒരു ബില്ല് പാസ്സാക്കിയെങ്കിലും ആ ബില്ലുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പല പല നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുമായിട്ട് എല്ലാം കോറിലേറ്റ് ചെയ്തിട്ട് അപ്പൊ പല കാര്യങ്ങളും അവിടെ ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ നമുക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന നിയമങ്ങളുമായിട്ട് ഒരു കണക്റ്റഡ് ആകുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി മറ്റു പല ജൂറിസ്ഡിക്ഷൻസും ആയിട്ട് ഉള്ള ഒരു അപ്രോച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ ഒരു എന്താ പറയുക, ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. മറ്റ് കമ്പയർഡ് വിത്ത് ജൂറിസ്ഡിക്ഷൻസ് ദാറ്റ് ഹാവ് ഓൾറെഡി, പല ജൂറിസ്ഡിക്ഷൻസിലും ഇത് ഓൾറെഡി ഇംബൈബ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലിറ്ററൽ മീനിങ് ഫോളോ എന്നാണ്, പക്ഷെ ഇംബൈബ് എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുക എന്ന് പറയുന്നതാണ്. റൈറ്റ് ടു ഡിസ്കണക്ട് ഇൻ ദർ ലീഗൽ റെജിംസ്, അതായത് അവരുടെ റെജിംസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. അഡ്മിനിസ്ട്രേഷൻ, റൂൾ ഓർ ഗവൺമെന്റ് എന്നൊക്കെയാണ് അത് മീൻ ചെയ്യുന്നത്. സോ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ഒരു റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് നടപ്പിലാക്കിയ പല സ്ഥലങ്ങളുണ്ട്. ഒന്നാമത്തത് യൂറോപ്യൻ യൂണിയന്റെ കാര്യമാണ്. എംപ്ലോയർ കൺട്രോൾ ബിക്കം എ കീ പാരാമീറ്റർ ഓഫ് ആക്സസിങ് വർക്കിംഗ് ടൈം. സോ എംപ്ലോയറുടെ കൺട്രോൾ എന്ന് പറയുന്നത് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു യൂറോപ്യൻ യൂണിയനിൽ. സോ ജുഡീഷ്യൽ പ്രീസിഡൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് അല്ലെങ്കിൽ പാറ്റേൺസ്, നിയമപരമായിട്ടുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ പാറ്റേൺസ് വെച്ചിട്ട് എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ an expansive definition was adopted which includes on call time, standby periods and other forms of availability. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഏത് സമയത്ത് നമ്മൾ അവൈലബിൾ ആകും, നമുക്ക് ഏത് സമയത്താണ് ഓൺ കോൾ നമ്മൾ അവൈലബിൾ ആകേണ്ടത്, അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ പീരീഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം യൂറോപ്യൻ യൂണിയന്റെ റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ലിൽ കൃത്യമായി മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഇൻ കേസ് ഇവിടെ ഒരു ഈവൻ വെൻ നോ ആക്റ്റീവ് വർക്ക് ഇസ് പെർഫോംഡ്, നമ്മൾ വോളണ്ടറിലി വേറെ ആക്റ്റീവ് വർക്ക് ഒന്നും അവിടെ പെർഫോം ചെയ്യപ്പെടുന്നില്ല, പക്ഷേ എംപ്ലോയർ കണ്ടിന്യൂസ് ടു എക്സസൈസ് കൺട്രോൾ. ഇവിടെ എംപ്ലോയർ നമ്മളിൽ പിന്നെയും കൺട്രോൾ വെക്കുന്നു. അതായത് നമ്മുടെ മാനേജർ വിളിച്ചിട്ട് പറയണം, ഓക്കെ നിങ്ങളുടെ ജോലി സമയമൊക്കെ കഴിഞ്ഞു, പക്ഷേ യു നീഡ് ടു അവൈലബിൾ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ, ഓൺ കോൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്കത് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചും അവിടെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. So, this principle further evolved through the decisions such as CMAP, TICO and Tiger. Okay, Tiger. ഇതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജഡ്ജ്മെന്റ് ആണ് കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓഫ് ദി യൂറോപ്യൻ യൂണിയനിൽ വന്നത്. അവർ എന്താണ് ഷേപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ integration of the working time under European Union Working Time Directives 2003/88/EC. Okay, so 2003/88/EC വർക്കിംഗ് ടൈം ഡയറക്റ്റീവ്സിൽ എന്താണ്, വാട്ട് ഈസ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് വർക്കിംഗ് ടൈം, എന്താണ് നിങ്ങൾ വർക്കിംഗ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഷേപ്പ് ചെയ്തിട്ടുള്ള കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ വന്ന കീ ജഡ്ജ്മെന്റിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഡിസിഷൻ സച്ച് ആസ് സിമാപ്, ടൈക്കോ ആൻഡ് ജാഗർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, so where the European Court of Justice equated employers control with work, അവിടെയാണ് എംപ്ലോയറുടെ കൺട്രോൾ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. ഫ്രാൻസും ഇതുപോലെ ട്രൈ നോട്ട് ടു റീഡിഫൈൻ വർക്ക്, isn't it? റീഡിഫൈൻ ചെയ്യുന്നില്ല അവർ വർക്ക്. അവരെന്ത് ചെയ്തു, ലേബർ ലോ
ഡിമാർക്കേറ്റ്സ് അല്ലെങ്കിൽ റീഡിഫൈൻസ് അല്ലെ, ഡിമാർക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫൈൻസ് വർക്കിംഗ് ടൈം ആൻഡ് റെസ്റ്റ് ടൈം. അവർ കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് വർക്കിംഗ് ടൈം, എന്താണ് റെസ്റ്റ് ടൈം. ഓക്കെ, പീരീഡ് ഓഫ് അവൈലബിലിറ്റിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അണ്ടർ എംപ്ലോയർ കൺട്രോൾ ആർ കൺസിഡർ വർക്കിംഗ് ടൈം. സോ നമ്മൾ പീരീഡ് ഓഫ് അവൈലബിലിറ്റി നമ്മൾ ഏതൊക്കെ സമയത്ത് അവൈലബിൾ ആവുന്നു, 10 to 8 ആണ് എൻ്റെ വർക്കിംഗ് ടൈം, അല്ലെങ്കിൽ പോട്ടെ 6 to 3 ആണ് എൻ്റെ വർക്കിംഗ് ടൈം എങ്കിലും ഞാൻ അതിനുശേഷം അവൈലബിൾ ആകുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി വർക്കിംഗ് ടൈം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ബെനിഫിറ്റ്സും ആർക്ക് കിട്ടും, എംപ്ലോയിക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ദ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദ ഫ്രെയിംവർക്ക് ത്രൂ കളക്ടീവ് ബാർഗെയിനിങ്. സോ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഇതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ത്രൂ കളക്ടീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞു വെക്കുന്നു. ജർമ്മനി എന്താണ് ചെയ്തത്, ജർമ്മനി എൻഫോഴ്സസ് സ്ട്രിക്റ്റ് വർക്ക് ടൈം ആൻഡ് റെസ്റ്റ് പീരീഡ്. അല്ലെ, നമുക്കാണ് ഇതൊന്നും ആപ്ലിക്കബിൾ അല്ലാത്തത്. ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം കൃത്യമായി ഇത് ചെയ്തു പോകുന്നുണ്ട്. വർക്കിംഗ് ടൈമും റെസ്റ്റ് പീരീഡ് റെഗുലേഷൻസും കൃത്യമായ രീതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരു റെപ്ലിക്കേഷൻ ഇന്ത്യയിൽ ഇതേപോലെ തന്നെ ഇന്ത്യയിൽ കൊണ്ടുവരണം എന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു ലീഗൽ ക്വസ്റ്റ്യൻ ഉണ്ട്. When does an employee's time belong to the employer? അല്ലെ, എംപ്ലോയിയുടെ സമയം എപ്പോഴാണ് ഒരു എംപ്ലോയർക്ക് അവകാശപ്പെട്ടത്? അത് കറക്റ്റായിട്ട് നമുക്ക് നമ്മളുടെ ഓഫർ ലെറ്ററിൽ അല്ലെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ആ ടൈം മാത്രമാണോ, അതോ ബിയോണ്ട് ദ വർക്കിംഗ് അവേഴ്സ് വരുന്ന കോൾസും ഇമെയിൽസും മീറ്റിംഗ്സും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആ ടൈമും വെദർ ഇറ്റ് ഈസ് ദ ടൈം ബിലോങ്സ് ടു ദ എംപ്ലോയി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഇന്ത്യൻ ലേബർ കോഡ് എന്താണ് മാൻഡേറ്ററി റൂളായിട്ട് പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പ്രിസ്ക്രൈബിംഗ് ലിമിറ്റ്സ് ഓൺ വർക്കിംഗ് അവേഴ്സ് ആൻഡ് കോൺട്രാക്ച്വൽ ടേംസ് നെഗോഷിയേറ്റഡ് ത്രൂ എംപ്ലോയർ പോളിസി ആൻഡ് എഗ്രിമെന്റ്സ്. അതായത് ഇന്ത്യയുടെ ലേബർ കോഡ് അനുസരിച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മാൻഡേറ്ററി റൂളുണ്ട്, ഒരു കമ്പൽസറി റൂളുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു ലിമിറ്റ് ഓൺ വർക്കിംഗ് അവേഴ്സ് ആണ്. ഒരു ലിമിറ്റ്, വർക്കിംഗ് അവേഴ്സിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അതുപോലെ കോൺട്രാക്ച്വൽ ടേംസ് നെഗോഷിയേറ്റഡ് ത്രൂ എംപ്ലോയർ പോളിസി ആൻഡ് ബാക്കി ടേംസ് എന്ത് ചെയ്യണം, എംപ്ലോയറുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്ത് പോളിസീസും എഗ്രിമെന്റും ഒരു കോൺട്രാക്ട് ബേസിസിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഈ റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് ഇതൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. ഈ ഗിവൺ റൈറ്റ് മാൻഡേറ്ററി ആണോ എന്നും ലേബർ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യേണ്ടതാണോ എന്നും അതുപോലെ കോൺട്രാക്ട് മുഖാന്തരം ഇത് മോഡിഫൈ ചെയ്യപ്പെടാം. അതായത് എംപ്ലോയറുമായിട്ടുള്ള അവൈലബിലിറ്റി. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഓഫർ ലെറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓഫർ ലെറ്റേഴ്സ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ്സ് എ ബിഗ് ഡോക്യുമെന്റ് അല്ലെ. നമ്മളോട് പറയും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് വായിക്കണം, ഇത് വായിച്ചു കഴിഞ്ഞ് നിങ്ങൾ അത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ സൈൻ ചെയ്യാവുള്ളൂ അല്ലെ. ഇറ്റ്സ് നോട്ട് എ സിംഗിൾ പേപ്പർ. പക്ഷെ അവിടെ റൂൾസും നോംസും നമ്മൾ അവൈലബിൾ ആയിരിക്കേണ്ട ടൈമും ഒക്കെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ അഡഹർ ചെയ്തുകൊണ്ടാണ് വി വിൽ സൈൻ ഇറ്റ് ആൻഡ് വി വിൽ ഫോളോ ഇറ്റ് അല്ലെ, വി ആർ റെഡി ടു ഫോളോ ഇറ്റ് എന്ന് പറഞ്ഞാണ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സമയം വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് വരുന്നത് എനിക്ക് ഈ സമയത്തിന് ശേഷം അവൈലബിൾ ആവാൻ സാധിക്കില്ല എന്ന് പറയുന്നത് എത്രമാത്രം നിയമസാധ്യതയുള്ളതാണ് എന്നതാണ് ഇവിടെ വരുന്ന ചോദ്യം. ഓക്കെ, ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ബില്ലുമായിട്ട് വരുന്ന റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്യാരക്ടറാണ്. The freedom of disengage bears an evident relationship with Article 21 of the Constitution. അപ്പോൾ ആർട്ടിക്കിൾ 21 എന്താണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനുള്ള അവകാശവും നമ്മുടെ സ്വാതന്ത്ര്യം അല്ലേ. സ്റ്റേറ്റിംഗ് ദാറ്റ് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ലൈഫ് ഓർ ലിബർട്ടി എക്സെപ്റ്റ് ബൈ ദ പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അതായത് നിയമാനുസൃതമല്ലാതെ, നിയമത്തിലൂടെ അല്ലാതെ ഒരാൾക്കും ലൈഫും ലിബർട്ടിയും ആരിൽ നിന്നും എടുത്തു മാറ്റാനായിട്ട് സാധിക്കില്ല. നിയമാനുസൃതമായിട്ട് നമുക്ക് എടുക്കാം. കാര്യം എന്താ വെച്ചാൽ ലൈഫ് എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ ലൈഫായി അല്ലെ. അതുപോലെ ഫ്രീഡം എന്ന് പറയുന്നത് ഒരാളെ പിടിച്ച് ജയിലിട്ട് അയാളുടെ കർട്ടൈലിംഗ് ദ ഫ്രീഡം ഓഫ് ദാറ്റ് പേഴ്സൺ. പക്ഷേ അവിടെ അത് നിയമാനുസൃതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ആർട്ടിക്കിൾ 21. അവൈലബിൾ ടു ഓൾ പേഴ്സൺ, എല്ലാവർക്കും, സിറ്റിസൺസിനും നോൺ സിറ്റിസൺസിനും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഓക്കെ, ഇന്റർപ്രറ്റഡ് ബ്രോഡ്ലി ബൈ കോർട്ട് ടു ഇൻക്ലൂഡ് ഡിഫൈനിങ് ലിവിംഗ്, എഡ്യൂക്കേഷൻ, പ്രിവസി, ഹെൽത്ത് ആൻഡ് മോർ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ നിയമം ബാധകമാണ് എന്ന് പറഞ്ഞു വരുന്നു. ഓക്കെ, സോ yet the bill neither traces the constitutional hierarchy അല്ലെങ്കിൽ hereditary nor articulates these guarantee are to be realized within the workspace. അപ്പൊ എന്തിരുന്നിട്ടും ഈ ഒരു ബില്ല്, റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെറിഡിറ്ററിയെ
ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ല, മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുമില്ല, അതുപോലെ ഇത് ഗ്യാരണ്ടി ചെയ്യുന്നില്ല നമ്മുടെ വർക്ക് സ്പേസിൽ ഇത് എന്തുമാത്രം ഇംപ്ലിമെന്റഡ് ആണ് എന്നുള്ള കാര്യം. ഇനി കുറച്ച് കാര്യങ്ങൾ ഇവിടെ അൺറിസോൾവ് ആയിട്ട് കിടക്കുകയാണ്. റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആണോ, അല്ലെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഡീപ് കോൺസ്റ്റിറ്റ്യൂഷണൽ എൻഗേജ്മെന്റ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് ഇൻഡിവിജ്വൽ ഓട്ടോണമി. എന്റെ സ്വയം ഉള്ള അവകാശവും എന്റെ വർക്കും തമ്മിലുള്ള ഒരു എൻഗേജ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ എൻഗേജ്മെന്റ് മാത്രമാണോ, അതോ പ്യുവർലി ഇത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിലനിൽക്കുന്നതാണോ എന്നുള്ള കാര്യം ഇപ്പോഴും അൺറിസോൾവ് ആയിട്ട് തന്നെ തുടരുന്നു. അപ്പൊ അതായത് ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ ലൂപ്പ് ഹോൾസ് ഒന്നും ഇല്ലാതെ വേണം ആ ബില്ല് ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡെഫിനറ്റ്ലി ദർ വിൽ ബി സോ മെനി പിറ്റ്ഫോൾസ്, അല്ലെ? സോ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഈ ബില്ല് എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൽ വർക്ക് ആണ്, ഹാസ് ബ്ലർഡ് ദ ട്രഡീഷണൽ ബൗണ്ടറീസ് ബിറ്റ്വീൻ വർക്കിംഗ് ടൈം ആൻഡ് പേഴ്സണൽ ടൈം, but it does not explain how this transformation is to be accommodated with the legal framework. അപ്പം നമ്മൾക്ക് എന്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ആകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വർക്കും ദർ ഇസ് നോ ഡിമാർക്കേഷൻ, അല്ലെ? ഇവിടെ എന്റെ ജോലി അവസാനിക്കുന്നു ആൻഡ് ദെൻ ഐ എം മൂവിങ് ഓൺ ടു മൈ പേഴ്സണൽ ലൈഫ് എന്നുള്ളൊരു ഡിമാർക്കേഷൻ ഇല്ല നമുക്ക് അവിടെ, അല്ലെ? ഒരു ഡിഫറൻസ് വി കാൺ ക്രിയേറ്റ് എ ബൗണ്ടറി എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. ഓക്കെ, സോ ഇത് ഒരു ലീഗൽ ഫ്രെയിംവർക്കിൽ വർക്കിംഗ് അവേഴ്സ്, ഓവർ ടൈം, അതുപോലെ എംപ്ലോയർ കൺട്രോളിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഇത് എത്രമാത്രം മാൻഡേറ്ററിയും ഇത് എത്രമാത്രം സ്റ്റാറ്റ്യൂട്ടറിയും ആണ് എന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ദാറ്റ് റൈറ്റ് ടു ഡിസ്കണക്ട് ബിക്കംസ് ഇഫക്റ്റീവ് വെൻ ആൻ എംപ്ലോയീസ് ടൈം ഈസ് ട്രീറ്റഡ് ആസ് വർക്കിംഗ് ടൈം. അതായത് ഒരു എംപ്ലോയിക്ക് നമ്മൾ കൊടുക്കുന്ന സമയം, സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 12 മണിക്ക് നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇമെയിൽസ് അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എ വർക്കിംഗ് ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്, അല്ലെ? ഈ ഒരു ബില്ല് അൺടിൽ ദ ബിൽ അഡ്രസ്സസ് ഹൗ ഡിജിറ്റൽ ലേബർ കംപ്ലൈസ് ദ എക്സിസ്റ്റിംഗ് ലേബർ ലോസ്. അപ്പൊ ഈ ഒരു ഡിജിറ്റൽ ലേബർ എങ്ങനെയാണ് ഇപ്പൊ നിലവിലുള്ള ലേബർ ലോയുമായിട്ട് ഒത്തുപോകുക? ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു റിലേ ഓൺ ദ ഫ്രെയിംവർക്ക് ഡിസൈൻ ബൈ റെഗുലേറ്റിംഗ് ഫിസിക്കൽ വർക്ക് സ്പേസ്, അല്ലെ? അപ്പൊ ഇവിടെ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു റിലേ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഒരു ഫ്രെയിംവർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഡിസൈൻ ഫോർ റെഗുലേറ്റിംഗ് ഫിസിക്കൽ വർക്ക് പ്ലേസസ്. ഫിസിക്കൽ ആയിട്ടിരിക്കുന്ന വർക്ക് പ്ലേസസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ഡിസൈൻ ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു എക്സിസ്റ്റിംഗ് ലേബർ ലോ എന്ന് പറയുന്നത്. ഇനി ഈ ബില്ല് എന്ന് പറയുന്നത് ഓപ്പൺ ആണ്, ലീവ്സ് ഓപ്പൺ എൻഡഡ് ആയിട്ടാണ്, ബിക്കോസ് ഇറ്റ് റേസ് സോ മെനി ക്വസ്റ്റ്യൻസ്, അല്ലെ? വെദർ ദ റൈറ്റ് ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്യാരക്ടർ, നിയമാനുസൃതമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഈ ബില്ലിനുണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും അൺആൻസേർഡ് ആണ്. Although there is an evident connection between right to disconnect and individual autonomy under Article 21, right to disconnect ബില്ലും Article 21 കൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കണക്ഷൻ, വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഇത് ഇതുവരെ ലെജിസ്ലേച്ചറിൽ ദിസ് ഇസ് നോട്ട് മെയ്ഡ് അപ്പാരന്റ്. ഇത് കണക്റ്റഡ് ആണ് എന്ന് ലെജിസ്ലേച്ചർ ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല. അപ്പൊ ബില്ല് എന്താണ്? നീദർ ഐഡന്റിഫൈസ് ദിസ് ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നുമില്ല, അതുപോലെ അത് അക്നോളജ് ചെയ്യപ്പെടുന്നുമില്ല. ഇറ്റ് ലീവ്സ് ഇറ്റ് ഓപ്പൺ ടു ദ ഡൈവേർജന്റ് ഇന്റർപ്രിട്ടേഷൻ. അത് പല രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷനിലേക്ക്, ആൾക്കാർക്ക് പല രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് അത് ലീവ് ചെയ്യുകയാണ് ചെയ്തത്. ആ ഒരു കാരണത്താൽ ഈ ബില്ല് എന്ന് പറയുന്നത് ഈസ് ബെസ്റ്റ് സീൻ ആസ് എ ബിഗിനർ ഓഫ് എ ബ്രോഡർ കോൺവെർസേഷൻ. വളരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ വിശാലമായ ഒരു കോൺവെർസേഷനിലേക്ക് തുടക്കം മാത്രമാണ് ഈ ബില്ല് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വൺ ദാറ്റ് ദ ഇന്ത്യൻ ലേബർ ലോ ജൂറിസ്പ്രുഡൻസ് വിൽ ഇവൻച്വലി അഡ്രസ്. പിന്നീട് എപ്പോഴെങ്കിലും ഇന്ത്യയുടെ ലേബർ ലോയ് ഇത് വളരെ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടും എന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ എഡിറ്റോറിയൽ നമ്മുടെ റൈറ്റേഴ്സ് അവസാനിപ്പിക്കുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ, അല്ലെ? നിങ്ങൾക്ക് ഏകദേശം ഇതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? I hope it's clear. Okay. Yes. ഇതെല്ലാം ഇതിന്റെ ടോൺ ഓഫ് ദ പാസേജ് ആണ്, അനലിറ്റിക്കൽ ആണ്,
അതുപോലെ ക്രിട്ടിക്കൽ, പക്ഷേ ക്രിട്ടിക്കൽ ആണെങ്കിൽ ഒരു ബാലൻസ് വ്യൂ കൂടെ കൊടുത്തിട്ടുണ്ട്. കമ്പാരിറ്റീവ് ആൻഡ് സ്കോളർലി ആണ്, അതുപോലെ കോഷ്യസ്ലി ഒപ്റ്റമിസ്റ്റിക് ആൻഡ് റിഫ്ലക്റ്റീവും ആണ്. ഓക്കെ, അപ്പൊ നമ്മളിത് നോക്കാം എന്താണെന്ന്. അനലിറ്റിക്കൽ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ലിനെ വളരെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിനകത്തുള്ള ഗ്യാപ്സ്, ആംബിഗ്വിറ്റീസ്, കൺഫ്യൂഷൻസ് ഉണ്ട്, അതുപോലെ ഇന്ററാക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, നിയമം ഇപ്പൊ നിലവിലുള്ള ലേബർ ലോയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഡിസ്കഷൻ എന്ന് പറയുന്നത് റീസണബിളി സ്ട്രക്ചേർഡ് ആണ്. ഓക്കെ, ഇമോഷണലി അല്ല, പക്ഷെ കമ്പാരിസൺ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ക്രിട്ടിക്കൽ ആൻഡ് ബാലൻസ്ഡ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഈ ബില്ലിലുള്ള പോരായ്മകൾ, ഷോർട്ട് കമ്മിങ്സ് പറയുന്നുണ്ട്. അതായത് എന്താണ് വർക്ക് എന്ന് പറയുന്നത്, അതുപോലെ എൻഫോഴ്സബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷന്റെ സൈലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ ക്രിറ്റിസിസം വളരെ കൺസ്ട്രക്റ്റീവ് ആണ്, അല്ലെ? ഹോസ്റ്റൈൽ ആയിട്ടുള്ള കടന്നാക്രമിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്, വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആണ്. ലേബർ ലോ ഇനി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇത് ബ്രോഡായിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് ഓതർ പറഞ്ഞു പോകുന്നത്. കമ്പാരറ്റീവ് ആണ്, കാരണം യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, ജർമ്മനി മുതലായ രാജ്യങ്ങളുടെ പ്രാക്ടീസസിനെ കുറിച്ച് പറയുന്നുണ്ട്. അക്കാഡമിക് ആണെന്നും ജൂറിസ്പ്രുഡൻഷ്യൽ ആണെന്നും പറയുന്നുണ്ട്. അതുപോലെ ഓതർ എൻഗേജ് ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലീഗൽ ഡിസ്കഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലാതെ അവരുടെ അറിവ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒന്ന് ആയി മാത്രം ചുരുങ്ങുന്നില്ല. ഓക്കെ, കോഷണറി ആൻഡ് ഒപ്റ്റമിസ്റ്റിക് ആണ്. ഈ ബില്ല് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബ്രോഡർ കോൺവെർസേഷനിലേക്ക് ബില്ല് മുമ്പോട്ടേക്ക് പോകും എന്ന രീതിയിലാണ് ഇത് പറയുന്നത്. ഒരു ഓപ്പൺനെസ് ടു എ ഫ്യൂച്ചർ ലീഗൽ ഡെവലപ്മെന്റ് റാദർ ദാൻ എ ഫൈനൽ ജഡ്ജ്മെന്റ്, അതാണ് ഇവിടെ പറയുന്നത്. റിഫ്ലക്റ്റീവും ആണ്, ഫോർവേഡ് ലുക്കിംഗും ആണ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കൺസിഡർഡ് ടു ബി ഓപ്റ്റമിസ്റ്റിക്. ഓക്കെ, കുറച്ച് വേർഡ്സും അതിന്റെ മീനിങ്സും കൊടുത്തിട്ടുണ്ട്. കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് കമ്പൈനിങ് സെവറൽ ലോസ് ഇൻ ടു ദ സിസ്റ്റം ഇൻ ടു വൺ യൂണിഫൈഡ് ഹോൾ. അതായത് യൂണിഫിക്കേഷൻ, ഒരുമിപ്പിക്കുക, പല സെപ്പറേറ്റ് ആയിട്ടുള്ളതിനെ ഒരുമിപ്പിക്കുക. യൂണിഫിക്കേഷൻ, അമാൽഗമേഷൻ, ഇന്റഗ്രേഷൻ ഇതെല്ലാം സിനോണിംസ് ആണ്. ഓപ്പോസിറ്റ്സ് ഫ്രാഗ്മെന്റേഷൻ, ഡിവിഷൻസ് ആൻഡ് ഡിസ്ഇന്റഗ്രേഷൻ. ഓർത്ത് വെക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് പഠിക്കുക കേട്ടോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിവറ്റൽ എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ്. ക്രൂഷ്യൽ, സെൻട്രൽ, ഡിസിസീവ് സിനോണിംസ് ആണ്. ആന്റണിംസ് എന്താണ്? ഇൻസിഗ്നിഫിക്കന്റ്, പെരിഫറൽ, മൈനർ, ട്രിവിയൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രൂഡന്റ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിപൂർവമുള്ള, കെയർഫുൾ അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടിട്ടുള്ള. ജുഡീഷ്യസ് ആയിട്ടുള്ള, വൈസ്, കോഷ്യസ് ആർ ഇറ്റ്സ് സിനോണിംസ്. റെക്ലെസ്, ഇംപ്രൂഡന്റ് ആൻഡ് കെയർലെസ്നെസ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. വളരെ വലിയ വേർഡ്സും ബൊംബാസ്റ്റിക് ആയിട്ടുള്ള വേർഡ്സും ഫ്രേസസ് ഒന്നും ഇല്ല, പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത് കേട്ടോ. കൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഫ്രെയിം വർക്ക് കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെ? കോൺസെപ്ഷ്യൽ ഫ്രെയിം വർക്ക് യൂസ് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ്. ഫ്രെയിം വർക്ക്സ്, കോൺസെപ്റ്റ്സ്, മോഡൽസ് ആർ ഇറ്റ്സ് സിനോണിംസ്. ഓപ്പോസിറ്റ്സ് ആർ റിയാലിറ്റി, ആക്ച്വാലിറ്റീസ് ആൻഡ് ഫാക്ട്സ്. ഒമിഷൻ, എന്തെങ്കിലും ഒരു കാര്യം ഒമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ക്ലൂഡ് ചെയ്യുക, നീക്കം ചെയ്യുക. നെഗ്ലക്ട് ചെയ്യുക, ഓവർസൈറ്റ് ഓർ എക്സ്ക്ലൂഷൻ ആർ ഇറ്റ്സ് സിനോണിംസ്. ഓപ്പോസിറ്റ് ഇൻക്ലൂഷൻ, ഉൾപ്പെടുത്തുക. അഡിഷൻ, ഇൻകോർപ്പറേഷൻ ഇതെല്ലാം അതിന്റെ ആന്റണിംസ് ആണ്. പഠിച്ചു വെക്കണം കേട്ടോ, കമ്പൽസറി ആണ്. ബിക്കോസ് നിങ്ങൾക്ക് എഡിറ്റോറിയൽസിൽ വരുമ്പോൾ എഡിറ്റോറിയൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് മോസ്റ്റ് പ്രോബബ്ലി വരാറ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഒരുപാട് പാറ്റേൺ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസിൽ, ടോൺ ചോദിക്കാറുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും കുറച്ചുകൂടെ ഡീപ് ഡൈവ് ചെയ്യുന്ന, നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു സിനോണിമോ ആന്റണിമോ, ഫൈൻഡ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ് എന്നൊക്കെ പറഞ്ഞു ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ കുറേ അധികം വേർഡ്സും മീനിങ്സും പഠിച്ചു വെക്കാം. അത് ഇപ്പോഴത്തേക്ക് മാത്രമല്ല, നാളെ ഒരു കാലത്ത് നിങ്ങൾ ബാങ്കിൽ എംപ്ലോയി ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെ? ഇമെയിൽസ് അയക്കേണ്ടി വരും. സോ ഇങ്ങനെയുള്ള കാര്യ സമയത്ത് നമ്മൾ ChatGPT മറ്റൊന്നും പോവാതെ നിങ്ങളുടെ സ്വന്തം കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യണം, അല്ലെ നിങ്ങൾക്ക് ഒരു എസ്സേ എഴുതണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡെഫിനറ്റ്ലി യു ഹാവ് ടു എൻഹാൻസ് യുവർ ലാംഗ്വേജ്. ഓക്കെ, ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലാരിറ്റി കുറവ്, അല്ലെ? വേഗ്നെസ്, ഒബ്സ്ക്യൂരിറ്റി, അൺസർട്ടനിറ്റി. ലാക്ക് ഓഫ് ക്ലാരിറ്റി, പ്രിസിഷൻ, എക്സ്പ്ലിസിറ്റ്നെസ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്. അപ്പൊ ക്ലാരിറ്റി ഇല്ലാത്തതിനെയാണ് നമ്മൾ ആംബിഗ്വിറ്റി, ഒരു കൺഫ്യൂഷൻ, ഒരു കെയോസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആംബിഗ്വസ് എന്ന് നമ്മൾ പറയും. ഇൻഅഡ്വേർട്ടന്റ്ലി എന്ന് പറഞ്ഞാൽ ബോധപൂർവമല്ലാതെ, അൺഇൻറ്റൻഷനലി, ആക്സിഡന്റലി, അൺവിറ്റിംഗ്ലി ഇതെല്ലാം അതിന്റെ സിനോണിംസ് ആണ്. ആന്റണിംസ് വരുമ്പോൾ ഡെലിബറേറ്റ്ലി, ബോധപൂർവം, ഇന്റൻഷനലി, പർപ്പസ്ഫുള്ളി എന്നൊക്കെ നമ്മൾ പറയും.
കോൺസെപ്ച്വൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ലീഗൽ റീസണിങ്ങിലുള്ള ഒരു മിസ്സിംഗ് ലിങ്ക്, അത് നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. ലോജിക്കൽ വോയിഡ്, തിയറിറ്റിക്കൽ ലാപ്സ് ആൻഡ് ഇന്റലക്ച്വൽ ഗ്യാപ്പ് ആർ ഇറ്റ് സിനോണിംസ്. കോൺസെപ്ച്വൽ ക്ലാരിറ്റി, ലോജിക്കൽ കണ്ടിന്യൂറ്റി, കൊഹറൻസ്, ഇതെല്ലാം അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ബിഹേവിയറൽ നോം എന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ, ഒരു സെറ്റ് ഓഫ് ബിഹേവിയർ, ലീഗൽ നിയമാനുസൃതമായിട്ട് ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. സോഷ്യൽ കൺവെൻഷൻ, ആക്സെപ്റ്റഡ് പ്രാക്ടീസ്, കസ്റ്റംസ് എന്നൊക്കെ നമ്മൾ ഇത് പറയാറുണ്ട്. ഓക്കെ, ലീഗൽ മാൻഡേറ്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി റൂൾ ആൻഡ് ബൈൻഡിങ് റെഗുലേഷൻ ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഇംബൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഞാൻ ഇംബൈബ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ഗ്രാജുവലി അബ്സോർബ് ഓർ അഡോപ്റ്റഡ്. Okay, absorbed, internalized and incorporated are its synonyms. Opposites are rejected, discarded and repelled. Expansive എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചുകൂടെ വലുതാക്കി അല്ലേ. Broad in scope or application is expansive. Comprehensive, wide ranging and extensive are its synonyms. Opposites are restrictive, narrow and limited. Demarcate ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഡീലിമിറ്റ് ചെയ്യുക അല്ലെ, എവിടെയാണ് ബൗണ്ടറി വെക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. So delimits, separates and distinguishes are its synonyms. Opposite blurring, നമുക്ക് ബൗണ്ടറീസ് ഒന്നും സെറ്റ് സ്റ്റാൻഡേർഡ്സും ബൗണ്ടറീസ് ഒന്നും കാണാതിരിക്കുക അല്ലെ. Blurs, merges and obscures. Mandatory means compulsory. Obligatory, binding and compulsory are its synonyms. റൂളും നിയമവുമായിട്ട് നമുക്ക് required by rule or law. ഓപ്പോസിറ്റ് വരുന്നത് ഓപ്ഷണൽ ആണ്, വോളണ്ടറിലി സ്വയം ചെയ്യാവുന്നത്, അല്ലെ ഡിസ്ക്രീഷൻ, നമ്മുടെ ഡിസ്ക്രീഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ള നമ്മുടെ ഡിസ്ക്രീഷൻ അനുസരിച്ച്. ലീനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ അല്ലെങ്കിൽ ഡിസെൻഡ് എന്ന് നമ്മൾ പറയും. ഒരു ഇയാൾ വരുന്നത് ഇന്ന ലീനേജിൽ നിന്നാണ്, ഇന്ന ഫാമിലിയിൽ നിന്നാണ്, ഒറിജിൻ ഫ്രം ദിസ് ഫാമിലി. ഡിസ്കണ്ടിന്യൂറ്റി, ബ്രേക്ക് ആൻഡ് റപ്ചർ ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഡൈവേർജന്റ് തിങ്കിങ്, കൺവേർജന്റ് ആണ് ഓപ്പോസിറ്റ് വരിക അല്ലെ. ഡൈവേർജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡീവിയേറ്റിംഗ് എന്നുള്ള ഒരു മീനിങ് ആണ്, ഒന്നിൽ നിന്ന് വ്യതിചലിക്കുക. കോൺഫ്ലിക്റ്റിംഗ്, ഡീവിയേറ്റിംഗ് ആൻഡ് ഡിഫറിംഗ് ആർ ഇറ്റ്സ് സിനോണിംസ്. ഓപ്പോസിറ്റ് കൺവേർജന്റ്, അലൈൻ ആൻഡ് സിമിലർ. കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഞാൻ കഴിവതും മറ്റേതിനകത്ത് റെപ്ലിക്കേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലത് ഡയറക്റ്റ് ആയിട്ടുള്ള വേർഡ് ആയിരിക്കില്ല, പക്ഷെ ആ ഒരു സെന്റൻസ് കൊടുത്തതിനെ നമ്മൾ എന്താ പറയാ, ആ വേർഡ് അവിടെ റീപ്ലേസ് ചെയ്യപ്പെടാവുന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോ ഇൻട്രൊഡ്യൂസ് ബൈ എ നോൺ മിനിസ്റ്ററിനെയാണ് പറയുന്നത്. മിനിസ്റ്റർ എം പിയെ പറയുന്ന പേരാണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. നമുക്കറിയാം. കണ്ടിന്യൂസ് ഡിജിറ്റൽ അവൈലബിലിറ്റി ആഫ്റ്റർ വർക്കിംഗ് ആർസ്, അതിനെ പറയുന്ന പേര്, അത് അവിടെ അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്, പക്ഷെ അതിനെ പറയുന്ന പേര് ഹൈപ്പർ കണക്ടിവിറ്റി എന്നാണ് കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ്. കൺട്രോൾ എക്സസൈസ് ബൈ എംപ്ലോയേഴ്സ് ഓവർ എംപ്ലോയി ടൈം ഇസ് കോൾഡ് സൂപ്പർവിഷൻ അല്ലെ. എംപ്ലോയിയുടെ ടൈമിന്റെ മേലെ എംപ്ലോയർക്കുള്ള കൺട്രോൾ, അതിനെയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. വർക്ക് ഡൺ ബിയോണ്ട് പ്രിസ്ക്രൈബ് വർക്കിംഗ് അവേഴ്സ് ഇസ് ഓവർ ടൈം. അപ്പൊ ഓവർ ടൈമിന് പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഓവർ ടൈം ചെയ്യും, പൈസ കിട്ടില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം വരിക. ഫെയിലിയർ ടു ക്ലിയർലി ഡിഫൈൻ എ ലീഗൽ കോൺസെപ്റ്റ്, അതിനെ പറയുന്ന ഒരു ലീഗൽ കോൺസെപ്റ്റ് ക്ലിയർ ആയി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ ആംബി വാലൻസ് എന്ന് നമ്മൾ വിളിക്കും. ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇൻ ലീഗൽ ഇന്റർപ്രിട്ടേഷൻ, ഇറ്റ് ഇസ് കോൾഡ് ആസ് വേഗ്നെസ്. അൺഇൻറ്റൻഷണൽ ക്രിയേഷൻ ഓഫ് ലീഗൽ ഗ്യാപ്പിനെ ഓവർ സൈറ്റ് എന്ന് പറയും. അൺഇൻറ്റൻഷനലി ആണെങ്കിലും ആ ലീഗൽ ഗ്യാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അതിനെയാണ് നമ്മൾ ഓവർ സൈറ്റ് എന്ന് പറയുന്നത്. മിസ്സിംഗ് ലിങ്ക് ഇൻ ലീഗൽ റീസണിങ്, ഒരു ലീഗൽ റീസണിങ്ങിലുള്ള മിസ്സിംഗ് ലിങ്ക്, ഈ ഒരു കോൺസെപ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ വേർഡിന്റെ പേര് ലാക്കുണ എന്നാണ് കേട്ടോ. റൂൾസ് ഗൈഡിങ് ബിഹേവിയർ റാദർ ദാൻ ലോ അല്ലെ. ബിഹേവിയർ, നിയമം അല്ലാതെ റൂളിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് കൺവെൻഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. യെസ്. ജുഡീഷ്യൽ ഡിസിഷൻസ് ഫോമിംഗ് ലോ ഇസ് കോൾഡ് ആസ് പ്രീസിഡൻസ്. ഓക്കെ, ഇതൊക്കെ കുറെ ലീഗൽ ടേംസ് ആണ്. ജുഡീഷ്യൽ ഡിസിഷൻസ് ഫോമിംഗ് ലോയിനെ പറയുന്ന പേര് പ്രീസിഡൻസ്. ടൈം വെൻ എംപ്ലോയി ഇസ് അവൈലബിൾ ബട്ട് നോട്ട് ആക്റ്റീവ്ലി വർക്കിംഗ്. ആക്റ്റീവ് വർക്കിംഗ് അവേഴ്സിൽ അല്ലാത്ത സമയത്ത് എംപ്ലോയി അവൈലബിൾ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്ന ആ വേർഡ് അവിടെ ഉണ്ട്, സ്റ്റാൻഡ് ബൈ. എംപ്ലോയേഴ്സ് അതോറിറ്റി ഓവർ എംപ്ലോയീസ് അവൈലബിലിറ്റി. എംപ്ലോയറിന്റെ അതോറിറ്റി എംപ്ലോയറുടെ അവൈലബിലിറ്റിയെക്കാളും മുകളിൽ വരുമ്പോൾ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഡൊമീനിയൻ. ഓക്കെ, ഡോമിനേറ്റ് ചെയ്യുക. റൈറ്റ്സ് ബേസ്ഡ് ഓൺ ഫണ്ടമെന്റൽ പേഴ്സണൽ ലിബർട്ടി അല്ലെ. ഓട്ടോണമി, നമുക്കിത് അറിയാവുന്നതാണ്, നമ്മൾ പല ക്ലാസ്സസിൽ ഇതിനു മുമ്പ് പഠിച്ചതാണ്. ഓട്ടോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്സ് ബേസ്ഡ് ഓൺ ഫണ്ടമെന്റൽ പേഴ്സണൽ ലിബർട്ടി, എന്റെ ഫ്രീഡം അല്ലെ, എന്റെ ഫ്രീഡം എല്ലാം. ഓട്ടോണമസ് മീൻസ് സ്വയംഭരണ അധികാരമുള്ള.
Protection guaranteed by a constitution, safeguard. Protection guaranteed by a constitution is called a safeguard. Different interpretations arising from unclear law, plurality. പല ഒരു നിയമം ക്ലിയർ അല്ല എങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പലതരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസിനെ നമ്മൾ പ്ലൂറാലിറ്റി എന്ന് പറയും. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ എന്നുള്ള ഒരു മീനിങ് ആണ്. സോ പ്ലൂറാലിറ്റി. കുറച്ച് ഫ്രേസൽ വേർബ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രോ ദ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് ആൻഡ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യപ്പെടുക, അല്ലെ? ഡ്രോ ദ ലൈൻ അറ്റ് എന്ന് പറഞ്ഞാൽ ടു സെറ്റ് എ ലിമിറ്റ് ആൻഡ് ബൗണ്ടറി. ഫ്രേസൽ വേർബ്സ് നന്നായിട്ട് പഠിച്ചോളൂ. കാരിച്ച ഫ്രേസൽ വേർബ്സിന്റെ ഒരു 3 ക്വസ്റ്റ്യൻസ് മിനിമം വരാറുണ്ട്. ഓക്കെ, അത് വരുന്നത് സെന്റൻസ് തരും നമുക്ക്. അതിൽ നിന്ന് കറക്റ്റ് അല്ലാത്ത ഫ്രേസൽ വേർബിന്റെ ഒരു സെന്റൻസ് ചൂസ് ചെയ്യാനോ, അല്ലെങ്കിൽ 5 എണ്ണം തന്നിട്ട് അതിൽ 4 എണ്ണം തെറ്റായിരിക്കും, കറക്റ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യാനോ ഒക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പം നമ്മൾ അത് 3 ഇതുപോലത്തെ ഡ്രോ ദ ലൈൻ അറ്റ്, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ അടുത്ത എക്സാംസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇപ്പൊ തന്നെ പതുക്കെ 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 പഠിച്ചു തുടങ്ങാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് കം ഇൻ കോണ്ടാക്സ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അറൈസ് വിത്തിൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഓർ ബാക്ക്ഗ്രൗണ്ട് ആണ്. റെസ്പോണ്ട് ടു എന്ന് പറയുന്നത് ടു റിലേ ഓർ റിയാക്ട്, കമ്മ്യൂണിക്കേഷൻ ഓർ ആക്ഷൻ. ഫോൾ വിത്തിൻ, to be included over a covered, included or covered by a rule, category or law. Fall within എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമം, റൂള്, കാറ്റഗറി അല്ലെങ്കിൽ നിയമവുമായിട്ട് കവേർഡ് ആയിട്ടുള്ളതിനെയാണ് fall within. It will fall within this rule, Article 21 of the Indian Constitution. Read alongside എന്ന് പറഞ്ഞാൽ to interpret എന്താണ് നിയമം, law or text together with other. Okay. Amount to എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്നുള്ളൊരു മീനിങ്, ഇക്വിവാലന്റ് ടു അല്ലെങ്കിൽ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു മീനിങ്. ഓപ്പറേറ്റ് ആസ് എന്ന് പറഞ്ഞാൽ ടു ഫംഗ്ഷൻ ഇൻ എ പെർട്ടിക്കുലർ വേ. കമ്പയർ വിത്ത്, ടു എക്സാമിൻ ദ സിമിലാരിറ്റീസ് ഓർ ഡിഫറൻസസ്, അതിനാണ് കമ്പയർ വിത്ത്. ഇവോൾവ് ത്രൂ എന്ന് പറഞ്ഞാൽ ടു ഡെവലപ്പ് ഗ്രാജുവലി ബൈ മീൻസ് ഓഫ് സംതിങ്. ഇക്വേറ്റ് വിത്ത്, ടു കൺസിഡർ ആസ് ഈക്വൽ ഓർ ഐഡന്റിക്കൽ. ഇക്വേറ്റ് വിത്ത് മീൻസ് ഈക്വൽ ആയിട്ടും ഐഡന്റിക്കൽ ആയിട്ടും കൺസിഡർ ചെയ്യാം. റെസ്റ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ടു ഡിപ്പെൻഡ് ഓർ ടു ബി ബേസ്ഡ് ഓൺ. ടു റെസ്റ്റ് ഓൺ സംതിങ് മീൻസ് ടു ഡിപ്പെൻഡ് ഓൺ സംതിങ്. ലീവ് ഓപ്പൺ, ലീവ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ടു റിമെയിൻ അൺറിസോൾവ്ഡ് ഓർ അൺഡിസൈഡഡ്. അൺറിസോൾവ്ഡ് അല്ലെങ്കിൽ അൺഡിസൈഡഡ് ആവുന്നതിനെയാണ് ലീവ് ഓപ്പൺ നമ്മൾ പറയുക. എൻഗേജ് വിത്ത് എന്ന് പറഞ്ഞാൽ ടു ഇന്ററാക്ട് വിത്ത് ഓർ സീരിയസ്ലി എക്സാമിൻ ആൻ ഇഷ്യൂ, ഒരു ഇഷ്യൂ സീരിയസ് ആയിട്ട് എക്സാമിൻ ചെയ്യുക. റിലേ ഓൺ എന്ന് പറഞ്ഞാൽ ഒരാളെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു നിയമത്തെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഫിൽ ഇൻ എ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണോ മിസ്സിംഗ് അതവിടെ സപ്ലൈ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് ദ മീനിങ്. ക്ലിയർ? കുറച്ച് ഇഡിയംസ് ഉണ്ട്, ഒരു 6 ഉള്ളൂ. അതിൽ ജസ്റ്റ് ഡ്രോ ദ ലൈനിന്റെ മീനിങ് ഒരു ലിമിറ്റ് ആൻഡ് ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വർക്കും പേഴ്സണൽ ലൈഫും തമ്മിലുള്ള ഒരു ബൗണ്ടറി സെറ്റിംഗ് ആണ് ഇവിടെ പറയുന്നത്, ഡ്രോ ദ ലൈൻ. അതുപോലെ മാർക്സ് എ പിവറ്റൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് മെൻഷൻ ചെയ്ത് പോകുന്നതാണ് ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നത്. ബ്ലർ ദ ബൗണ്ടറീസ്, ബൗണ്ടറീസ് ക്ലിയർ ആവാതിരിക്കുക, ഡിസ്റ്റിങ്ഷൻ അൺക്ലിയർ ആയിരിക്കുന്നതിനെയാണ് ബ്ലർ ദ ബൗണ്ടറീസ് എന്ന് നമ്മൾ പറയുന്നത്. ലീവ് ഓപ്പൺ എ ക്വസ്റ്റ്യൻ ഓർ ഇഷ്യൂസ്, ലീവ്സ് ഓപ്പൺ, അല്ലെ, എന്തെങ്കിലും ഒരു അൺറിസോൾവ്ഡ്, അതായത് ഈ നിയമം ഇവിടെ നടപ്പിലാക്കുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ഇറ്റ് ഈസ് ലെഫ്റ്റ് ഓപ്പൺ, അല്ലെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നിയമം എന്തുമാത്രം പ്രാക്ടിക്കലി പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ടാണോ നടപ്പിലാക്കുക, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ്, ഇവിടെ എവിടെയാണ് ഡിമാർക്കേഷൻ വരേണ്ടത്, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ അൺആൻസർഡ് ആയിട്ട് തുടരും. ദ ബിഗിനിങ് ഓഫ് എ ബ്രോഡർ കോൺവെർസേഷൻ, ഒരു വലിയ കോൺവെർസേഷന്റെ ബിഗിനിങ് ആണ്, അല്ലെ. ടു സ്റ്റാർട്ട് ഓഫ് എ ലോങ് ആൻഡ് ഓൺ ഗോയിങ് ഡിബേറ്റ്, ഒരു ലോങ് ആയിട്ടുള്ള ഓൺ ഗോയിങ് ഡിബേറ്റിനെ കുറിച്ച് പറയണം. ഫിൽ എ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ടു അഡ്രസ് എ റെമഡി ഓർ എ ഡെഫിഷ്യൻസി, അല്ലെ, ഒരു പരിഹാരം പറയുക അല്ലെങ്കിൽ ഒരു ഡെഫിഷ്യൻസി അഡ്രസ് ചെയ്യുക, അതിനെയാണ് ഫിൽ എ ഗ്യാപ്പ് എന്ന് നമ്മൾ പറയുന്നത്. കുറച്ച് ഗ്രാമർ യൂസേജസ് ഉണ്ട്. പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ്. ഇന്ന് എനിക്ക് എൻ്റെ പെൻ ഇസ് മിസ്സിംഗ്, സോ ഐ കാണ്ട് റൈറ്റ് ഇറ്റ് ബിക്കോസ് ഇന്റർനെറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു രാവിലെ. സോ ഐ ഹാവ് ടു ഇമ്മീഡിയറ്റ്ലി ഷിഫ്റ്റ് ടു അനദർ റൂം which is not lit properly. അപ്പോൾ ഇന്ന് ഒരുപാട് രാവിലെ എന്താ പറയുക ഭയങ്കര കെയോസ് ആയിരുന്നു. സോ ഐ തിങ്ക് ഐ ഡിഡ്ന്റ് ടേക്ക് മൈ പെൻ, സോ ഇറ്റ് സീംസ് ടു ബി മിസ്സിംഗ്. അത് കാരണം എനിക്ക് എഴുതാൻ സാധിക്കത്തില്ല, ബട്ട് ഐ ക്യാൻ ജസ്റ്റ് ഡ്രൂ ലൈൻസ് ആൻഡ് ഓൾ. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റിന്റെ കൂട്ടത്തിൽ ബേസ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യുക. S1 ഓക്കെ ആണ് നമ്മൾ യൂസ് ചെയ്യുക. സിംഗുലർ ആണെങ്കിൽ S or ES ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇന്ത്യൻ ലേബർ ലോ ഈസ് യെറ്റ് ടു ഡിഫൈൻ, അല്ലെ.
ഇവിടെ ഒരു സ്റ്റേറ്റ് നമ്മൾ ഏതൊക്കെ സമയത്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുക? നമ്മൾ 2-3 ക്ലാസ് 4 ക്ലാസ് ആയിട്ട് കഴിഞ്ഞ 4 ക്ലാസ് ആയിട്ട് ഗ്രാമർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ ഒരു ദിവസം നമ്മൾ പഠിച്ചത് ടെൻസ് ആണ്. ഓക്കെ, ആ ടെൻസ് നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ജനറൽ ട്രൂത്ത്, ലീഗൽ പൊസിഷൻസ്, ഓൺ ഗോയിങ് റിയാലിറ്റീസ്, ഹാബിച്വൽ ആക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്താ പറയുക? ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഹാസ് ഓർ ഹാവിന്റെ കൂട്ടത്തിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് നമ്മൾ യൂസ് ചെയ്യും. അതാണ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ. പെർഫെക്റ്റ് എന്ന് ആലോചിക്കുമ്പോൾ അപ്പോഴേ എഴുതുക പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്, ഇസ്ന്റ് ഇറ്റ്? ഹാസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ ആയത് കാരണം നമ്മൾ യൂസ് ചെയ്തു. ഇൻട്രൊഡ്യൂസ്ഡ് ഇസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പാസീവ് വോയിസിലാണ് എല്ലാ എന്താ പറയുക നമ്മളുടെ എഡിറ്റോറിയൽസും എഴുതുന്നത് പാസീവ് വോയിസിലായിരിക്കും. B+V3 ഫോം ഓഫ് ദ വെർബ് ആണ് നമ്മൾ എപ്പോഴും പാസീവ് വോയിസ് കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുക. ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് വാസ് അഡോപ്റ്റഡ്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ആക്ഷന് പ്രാധാന്യം കൊടുക്കാനും ആക്ടേഴ്സ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാർക്കല്ല, അത് എഴുതുന്ന ആൾക്കാർക്കല്ല, പക്ഷെ അവിടെ ആക്ഷൻ ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് കൊണ്ട്. ഓബ്ലിഗേഷൻ, പോസിബിലിറ്റി, നെസസിറ്റി ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇപ്പൊ എന്താ പറയുക? ക്യാൻ, കുഡ് അല്ലെങ്കിൽ മേ, മൈറ്റ് എന്നൊക്കെ ഉള്ളത്. ഇസ്ന്റ് ഇറ്റ്? ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ് അങ്ങനെയൊക്കെ പോകുന്ന സംഭവങ്ങൾ. ഓക്കെ, റിലേറ്റീവ് ക്ലോസസ് എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രോനൗൺസ് യൂസ് ചെയ്തിട്ട് എഴുതുന്നതാണ്. കുറച്ചധികം റിലേറ്റീവ് പ്രോനൗൺസ് ഉണ്ട്. ഹൂ ഉണ്ട്, ഹൂം, പിന്നെ എന്തൊക്കെയാ ഉള്ളത്? വിച്ച്, ദാറ്റ് അല്ലെ, ദാറ്റ്, വിച്ച്, ഹൂസ് ഇങ്ങനെ പോകുന്ന റിലേറ്റീവ് പ്രോനൗൺസുകൾ ഇഷ്ടംപോലെയുണ്ട്. ഇപ്പൊ ഇവിടെ ലെജിസ്ലേഷൻ ദാറ്റ് ഇസ് റിയലി അവിടെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് റിലേറ്റീവ് ക്ലോസസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ദ ബോയ് whom I meet yesterday, ആ ബോയെ കുറിച്ച് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഞാൻ ഇന്നലെ കണ്ട കുട്ടി എന്ന് പറയുന്നത്. കണ്ടീഷണൽ സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അൺടിൽ, അതായത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആൻഡ് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ലീഗൽ ഔട്ട്കമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷണൽ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അൺടിൽ ദ ബിൽ അഡ്രസ്സസ് ഹൗ ഡിജിറ്റൽ ലേബർ കംപ്ലൈസ്, അവിടെ ഒരു കോസ്റ്റ് എഫക്ട് റിലേഷൻ ആൻഡ് റീസണിങ് കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. നോമിനലൈസേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് വെർബിനെ നൗൺ ആക്കുന്നതാണ് നോമിനലൈസേഷൻ. റെഗുലേറ്റിന് റെഗുലേഷൻ, ഡിഫൈൻ ഡെഫിനിഷൻ, കമ്പയർ കമ്പാരിസൺ, ഇതിനെയാണ് നോമിനലൈസേഷൻ നമ്മൾ പറയാം. പ്രിപ്പോസിഷണൽ ഫ്രേസസ് എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷൻ ഉൾപ്പെടുന്ന ഫ്രേസ് ആണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ്, എലോങ് സൈഡ് അതർ കോഡ്സ് അല്ലെ. അപ്പം ഇന്നും എലോങ് സൈഡും ഒക്കെ പ്രിപ്പോസിഷൻ ആണ്. ഇവിടെ ലീഗൽ കോണ്ടെക്സ്റ്റും റിലേഷൻഷിപ്സും കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പ്രിസിഷൻ ആൻഡ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പോസിഷണൽ ഫ്രേസസ് യൂസ് ചെയ്യുന്നത്. കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഹൗഎവർ, യെറ്റ്, വൈൽ ഇതെല്ലാം നമ്മൾ കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറയാറുണ്ട്, പലപ്പോഴും എഴുതുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ട്രാൻസിഷണൽ വേർഡ്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി വെൻ യു ആർ റൈറ്റിംഗ് എൻ എസ്സേ. ഹൗഎവർ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ്, ഇൻ കൺക്ലൂഷൻ അല്ലെ, അങ്ങനെ പറഞ്ഞു പോകുന്ന പല രീതിയിലുള്ള ട്രാൻസിഷൻ വേർഡ്സും, ഒരുപാട് ട്രാൻസിഷൻ വേർഡ്സ് ഉണ്ട്. നമുക്ക് ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ പോകുന്ന ട്രാൻസിഷൻ വേർഡ്സ് യൂസ് ചെയ്തിട്ട് എഴുതാനാണ് ശ്രമിക്കേണ്ടത്. ഇനി ഒരു ഹെഡ്ജിങ് ലാംഗ്വേജ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതായത് ഒരു അബ്സല്യൂട്ട് ക്ലെയിം കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ഒരു ന്യൂട്രൽ ആയിട്ട് എഡിറ്റോറിയൽ പോകാൻ വേണ്ടിയിട്ട് അപ്പിയേഴ്സ് ടു ബി, ഇറ്റ് ഈസ് എന്ന് പറയുന്നതിന് പകരം ഇറ്റ് അപ്പിയേഴ്സ് ടു ബി, ഇറ്റ് ക്യാൻ ബി സീൻ ആസ് അല്ലെ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എഡിറ്റോറിയൽ സ്ട്രാറ്റജിയാണ് കേട്ടോ ഈ ഹെഡ്ജിങ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുക, എന്നാൽ നമ്മളത് കംപ്ലീറ്റ്ലി അങ്ങനെ ആണെന്ന് അടിച്ചാക്ഷേപിക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ആവാം എന്ന രീതിയിൽ പറഞ്ഞു പോകുന്നത്. ഒരു കമ്പാരിറ്റീവ് സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ലോയും മറ്റ് ജൂറിസ്ഡിക്ഷൻസിനെ വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെൻ കമ്പയർഡ് വിത്ത് ജൂറിസ്ഡിക്ഷൻസ് അല്ലെ, ഇവിടെ ആർഗ്യുമെന്റ് ഒരു കോൺട്രാസ്റ്റ് കമ്പാരിസൺ കാണുന്നു. അബ്സ്ട്രാക്ട് നൗൺസ് ഒരുപാടുണ്ട്. ഓട്ടോണമി, ലീനേജ്, ജൂറിസ്പ്രുഡൻസ് ഇതെല്ലാം ആബ്സ്ട്രാക്ട് നൗൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു എഡിറ്റോറിയലിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാമർ വന്നേക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർബിനെ രണ്ടായിട്ട്, ഇപ്പൊ നമ്മൾ ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞു പോകുന്നത് പോലെ തന്നെ വെർബിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫൈനൈറ്റ് വേർബ്സും നോൺ ഫൈനൈറ്റ് വേർബ്സും. ഓക്കെ, ഫൈനൈറ്റ് വേർബ്സ് എന്താണെന്ന് വെച്ചാൽ ടെൻസ് കാണിച്ചു തരുന്നത്, പ്രസന്റ് ടെൻസ് ആണോ, പാസ്റ്റ് ടെൻസ് ആണോ, ഫ്യൂച്ചർ ടെൻസ് ആണോ എന്നൊക്കെ കാണിച്ചു തരുന്നത്. അതുപോലെ സബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്യും, അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ
ടെൻസ് വെർബ് മാറും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് മാറും അല്ലേ. ഫോംസ് ദ മെയിൻ വെർബ് ഓഫ് എ സെന്റൻസ്. ഒരു സെന്റൻസിന്റെ മെയിൻ വെർബ് ആകുന്നത് ഫൈനൈറ്റ് വെർബ്സ് ആണ്. ഓക്കെ, എ സെന്റൻസ് മസ്റ്റ് ഹാവ് a sentence must have ഓഡിബിൾ ആണല്ലോ അല്ലേ, പെട്ടെന്ന് ഇന്റർനെറ്റ് കണക്ടിവിറ്റി പോയ പോലെ തോന്നി. യെസ്, a sentence must have one finite verb. ഒരു ഫൈനൈറ്റ് വെർബ് സെന്റൻസിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് തോന്നും ഫൈനൈറ്റ് ആണോ നോൺ ഫൈനൈറ്റ് ആണോ ഇമ്പോർട്ടന്റ്. ഓബ്വിയസ്ലി ഫൈനൈറ്റ് വെർബ് നിർബന്ധമാണ്, പക്ഷേ ഫൈനൈറ്റ് വെർബ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. എന്നാൽ നോൺ ഫൈനൈറ്റ് വെർബ് ചേഞ്ച് ചെയ്യത്തേയില്ല. ഓക്കെ, ഫൈനൈറ്റ് വെർബ് എന്ന് പറയുന്നത് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ടെൻസസ് ആണ്. ടെൻസസിനനുസരിച്ച് ഫൈനൈറ്റ് വെർബ് എന്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും ഫൈനൈറ്റ് വെർബ് മാറും. ഓക്കെ, ക്യാൻ സ്റ്റാൻഡ് അലോങ് ആസ് എ മെയിൻ വെർബ്, മെയിൻ വെർബ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പൊ നോക്കിക്കോണേ, ഷീ വർക്ക്സ് ഇൻ ആൻ ഓഫീസ്. ഷീ വർക്ക്സ് ഇൻ ആൻ ഓഫീസ് എനിക്ക് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതണം. അപ്പൊ ഷീ ഈസ് വർക്കിംഗ് ഇൻ ആൻ ഓഫീസ്. ഇനി അവൾ ആ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് എഴുതുമ്പോഴോ, ഷീ വർക്ക്ഡ് ഇൻ ആൻ ഓഫീസ്. ഇനി ഷീ മാറ്റി ദേ ആണെങ്കിലോ, ദേ വർക്ക് ഇൻ ആൻ ഓഫീസ്. അപ്പൊ ഞാൻ എസ് അവിടെ ഒമിറ്റ് ചെയ്യും അല്ലെ. ഇത് മെയിൻ വെർബാണ്, പക്ഷേ നമ്മളുടെ സബ്ജക്റ്റിനനുസരിച്ച് മാറും, ടെൻസിനനുസരിച്ചും മാറും. അതാണ് ഫൈനൈറ്റ് വെർബ്സ്. ദേ ആർ വർക്കിംഗ് ഇൻ ആൻ ഓഫീസ്. ദ ബിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പാർലമെന്റ് അല്ലെ. ഇവിടെ വർക്ക്സ്, ആർ വർക്കിംഗ്, വാസ് ഇൻട്രൊഡ്യൂസ്ഡ്, ഇതെല്ലാം ഫൈനൈറ്റ് വെർബ്സിന് എക്സാമ്പിൾ ആണ്. കൃത്യമായിട്ട് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വർക്ക്സ് എന്ന് പറയുന്നത് ഇവിടെ ഷീ വന്നപ്പോ വർക്ക്സ് ആയി, ദേ ആണെങ്കിലോ വർക്ക് ആകും. ഇനി ഇത് പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റണമെങ്കിലോ ദേ വർക്ക്ഡ് ആകും. ഷീ ഹാഡ് ബീൻ വർക്കിംഗ് എന്ന് വേണം എനിക്ക് പറയാം. സോറി, ഷീ വിൽ വർക്ക് ഇൻ ആൻ ഓഫീസ് എന്ന് എനിക്ക് പറയാം അല്ലെ. അപ്പം ഇത് ടെൻസിനനുസരിച്ചും സബ്ജക്റ്റിനനുസരിച്ചും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി ഫൈനൈറ്റ് വെർബ്സിന്റെ എക്സാമ്പിൾസ്, മെയിൻ ഫൈനൈറ്റ് വെർബ്സ് ഉണ്ട്, ഓക്സിലറി ഫൈനൈറ്റ് വെർബ്സ് ഉണ്ട്. മെയിൻ ഫൈനൈറ്റ് വെർബ്സ് നമ്മൾ ചെയ്യുന്ന മെയിൻ ആക്ഷൻ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ മെയിൻ ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഹി റൈറ്റ്സ് ആൻ ആർട്ടിക്കിൾ, റൈറ്റ്സ് അല്ലെ. ദ കോർട്ട് ഡിസൈഡഡ് ദ കേസ്, കോർട്ട് ഡിസൈഡഡ് ചെയ്യുക. ദേ പ്ലേ ക്രിക്കറ്റ് അല്ലെ, പ്ലേ ചെയ്യുക. അവിടെ മെയിൻ വെർബാണ് അവിടെ വന്നേക്കുന്നത്. ഇറ്റ് ഇസ് എ മെയിൻ വെർബ് ഓർ ദ എന്താ പറയാ, നമ്മളുടെ ആക്ഷൻ വേർഡ് എന്ന് പറയുന്ന സാധനമാണ് ഈ മെയിൻ ഫൈനൈറ്റ് വെർബ്സ്. ഓക്സിലറി വെർബ് എന്താണ്, ടെൻസസ് ഫോം ചെയ്യാനും പാസീവ് വോയിസും ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഷീ ഈസ്, കണ്ടോ ഇവിടെ റീഡിംഗ് ഉണ്ട്, പക്ഷെ ഈസ് എന്നുള്ളത് ഓക്സിലറി വെർബാണ്. ഹാസ് ബീൻ ഇനാക്റ്റഡ്, ഹാസ് ബീൻ അല്ലെ, പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെന്താ പറയാ, നമ്മൾ ഒരു എക്സാമ്പിൾ പറയാണ്, ഓക്സിലറി വെർബ്സ് ഈ ഷീ റീഡിംഗ് അല്ലെ, ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഓക്സിലറി ഫൈനൈറ്റ് വെർബ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ഫൈനൈറ്റ് വെർബ്സ് ക്ലിയർ ആയോ? ഫൈനൈറ്റ് വെർബ്സിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനനുസരിച്ചും ടെൻസിനനുസരിച്ചും മാറ്റം വരുത്താൻ പറ്റുന്ന മെയിൻ വെർബിനെ പറയുന്ന പേരാണ് ഫൈനൈറ്റ് വെർബ്സ്. അത്രേ ഉള്ളൂ. ഫൈനൈറ്റ് വെർബ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മെയിൻ ഫൈനൈറ്റ് വെർബ്സ് എന്നും ഓക്സിലറി ഫൈനൈറ്റ് വെർബ്സ് എന്നും. മെയിൻ ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെ പറയുന്നു. ഓക്കെ, ഓക്സിലറി ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറഞ്ഞാൽ ആ മെയിൻ ആക്ഷൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ സപ്പോർട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടെൻസസ് കാണിക്കാനും പാസീവ് വോയിസ് കാണിക്കാനും ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ ഓക്സിലറി ഫൈനൈറ്റ് വെർബ്സ് എന്നും പറയാം. ഇത്രയും ക്ലിയർ ആയോ? I hope it's clear, right? Next one, നമ്മൾ നോൺ ഫൈനൈറ്റ് വെർബ്സിലേക്ക് പോവാണ്. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നോൺ ഫൈനൈറ്റ് വെർബ് എന്ന് പറയുന്നത് അല്ലെ. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, ടെൻസ് കാണിക്കോ? ഇല്ല. ഡസ് നോട്ട് ഷോ ടെൻസ്. നോ ചേഞ്ച് വിത്ത് സബ്ജക്ട്. സബ്ജക്ട് മാറുന്നതിനനുസരിച്ച് മാറുവോ? ഇല്ല. മെയിൻ വെർബായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് നോൺ ഫൈനൈറ്റ് വെർബ്സ്. നോൺ ഫൈനൈറ്റ് വെർബ്സിനെ നമ്മൾ അഗൈൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നു, രണ്ടാമത്തെ ജെറണ്ട് എന്ന് പറയുന്നു, മൂന്നാമത്തെ പാർട്ടിസിപ്പിൾസ് എന്ന് പറയുന്നു. ഓക്കെ, സോ ഇൻഫിനിറ്റീവ്സ് ആണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. ഇൻഫിനിറ്റീവ്സ് എളുപ്പമാണ്. ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബാണ്. ഐ ലവ് ടു പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെ. ഐ ലവ് ടു പ്ലേ ക്രിക്കറ്റ്. അപ്പൊ അവിടെ ലവ് എന്നുള്ളത് മെയിൻ വെർബും ടു പ്ലേ എന്നുള്ളത്
നോൺ ഫൈനൈറ്റ് വെർബിൽ ഇൻഫിനിറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. he loves to play cricket. അവിടെ loves ചേഞ്ച് ചെയ്തു, പക്ഷെ to play cricket remains the same അല്ലെ. to work, to define എന്നുള്ളത് നമ്മൾ ഇതിനെ ബെയർ ഇൻഫിനിറ്റീവ് എന്നും വിളിക്കാറുണ്ട്. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഇല്ലാതെ വരുന്നതിനാണ് ബെയർ ഇൻഫിനിറ്റീവ് വരിക. സോ ഇൻഫിനിറ്റീവ്സ് ആർ നോൺ ഫൈനൈറ്റിലെ ഫസ്റ്റ് വൺ ആണ്. അതിൽ നൗൺ ആയിട്ട് പറയുന്നത് ടു എറിസ് ഹ്യൂമൻ, അഡ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് ഷീ ഹാസ് വർക്ക് ടു കംപ്ലീറ്റ്, ആഡ്വർബ് ആയിട്ട് പറയുന്നത് ഹി സ്റ്റഡി ഹാർഡ് ടു പാസ്. ഓക്കെ, അപ്പം മനസ്സിലാക്കി വെക്കുക. ടു ഒരു അഡ്ജക്റ്റീവിന് മുമ്പിൽ വരുമ്പോൾ അത് അഡ്ജക്റ്റീവ് ആകും, അഡ്വർബിന് മുമ്പ് വരുമ്പോൾ അത് അഡ്വർബും നൗണും ആയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇൻഫിനിറ്റീവ്സിനെ. അപ്പം ഓർത്ത് വെക്കുക, നോൺ ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ചേഞ്ച്, ടെൻസ് അനുസരിച്ചും സബ്ജക്റ്റ് അനുസരിച്ചും ചേഞ്ച് ചെയ്യാത്തതാണ് നോൺ ഫൈനൈറ്റ്. അതിൽ ആദ്യത്തത് ഇൻഫിനിറ്റീവ്സ് ആണ്. ഓർത്തിരിക്കുക, 2+V1 അല്ലെങ്കിൽ 2+ ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് നമ്മൾ ഇൻഫിനിറ്റീവ്സിൽ യൂസ് ചെയ്യുക. അപ്പൊ ജെറണ്ട് എന്താ, നമ്മൾ എല്ലാ ക്ലാസ്സിലും പഠിക്കുന്നതാണല്ലോ ജെറണ്ട്. ING ഫോം ഓഫ് ദ വെർബ് ആണ്, ആക്ടിങ് ആസ് എ നൗൺ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING ഫോം ഓഫ് ദ വെർബ് ആണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് നൗൺ ആയിട്ട് ഉപയോഗിക്കണം. നമ്മൾ ചില സമയം ഇതിനെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കും. അതായത് വർക്കിംഗ് ലേറ്റ് എഫക്ട്സ് ഹെൽത്ത്, സ്വിമ്മിങ് ഈസ് മൈ ഫേവറേറ്റ് ഹോബി അല്ലെ. സോ ഇതെല്ലാം നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു. ഒബ്ജക്റ്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഹി എൻജോയ്സ് റീഡിങ്, ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അവൻ റീഡിങ് എൻജോയ് ചെയ്യുന്നു, ഹി എൻജോയ്സ് റീഡിങ്. പ്രിപ്പോസിഷന് ശേഷവും നമ്മൾക്ക് യൂസ് ചെയ്യാം. ഷീ ഈസ് ടയേർഡ് ഓഫ് വർക്കിംഗ്. ഓക്കെ, ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ നൗൺ ആയിട്ട് ഉപയോഗിച്ചത് കാരണം അതിന് നമ്മൾ ING ഫോം ഓഫ് ദ വെർബ് ആണ് നൗൺ ആയിട്ട് ഉപയോഗിച്ചത് കാരണം ജെറണ്ട് ആണ്. വർക്കിംഗ്, റീഡിങ്, ഇവിടെ രണ്ടാമത് വരുന്ന വർക്കിംഗ്. ഓക്കെ, അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. ഇനി മൂന്നാമത്തത് ഒരെണ്ണമുണ്ട്, അത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ ഒരു സാധനം കാണുന്നുണ്ട്, വളരെ റെയറസ്റ്റ് ഓഫ് ദ റെയർ മാത്രം യൂസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ again ING ഫോം ഓഫ് ദ വെർബ് ആണ്, പക്ഷേ അഡ്ജക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വെർബ് ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. വർക്കിംഗ് എംപ്ലോയീസ് ഡിസേർവ് റെസ്റ്റ്, എംപ്ലോയീസ് വർക്കിംഗ്, അപ്പൊ ഇവിടെ അഡ്ജക്റ്റീവ് ആണ്. ആരെ കുറിച്ച് പറയുന്നു? എംപ്ലോയീസിനെ കുറിച്ച് പറയുന്നു. എങ്ങനെയുള്ള എംപ്ലോയീസ്? വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, വർക്കിംഗ് എംപ്ലോയീസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എൻ അഡ്ജക്റ്റീവ് ഓർ എ വെർബ് ഫോം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, വെർബ് പ്ലസ് ED അല്ലെങ്കിൽ ഇറഗുലർ ഫോമിനെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഗോ, വെന്റ്, ഗോൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്ലേ, പ്ലേഡ്, പ്ലേഡ് ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് വരിക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓക്കെയാണ്, ഇൻഫിനിറ്റീവ്സ് ഓക്കെയാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ജെറണ്ട് ആണോ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ എന്നാണ്. ജെറണ്ട് ആണെങ്കിൽ ഒന്ന് മനസ്സിലാക്കാം, ING ഫോം ഓഫ് ദ വെർബ് ആണ്, പക്ഷെ അത് നൗൺ ആയിരിക്കും. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ ING ഫോം ഓഫ് ദ വെർബ് ആണ്, പക്ഷെ അത് അഡ്ജക്റ്റീവ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതൊന്ന് ഇംപ്രിന്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? പെർഫെക്റ്റ് ടെൻസിലും പാസീവ് വോയിസിലും എഴുതുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രൊഡ്യൂസ്ഡ് ബിൽ അല്ലെ, യെസ്. എഡിറ്റോറിയൽ സ്റ്റൈൽ സെന്റൻസസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. The bill recognizes the changing nature of work അല്ലെ. റെക്കഗ്നൈസസ്, ബിൽസ് ആണെങ്കിലോ റെക്കഗ്നൈസ് വന്നേനെ. ഇത് ഫൈനൈറ്റ് വെർബിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഡിഫൈനിങ് വർക്ക്, ഇവിടെ ഡിഫൈനിങ് എന്ന് പറയുന്നത് നോൺ ഫൈനൈറ്റ് ആണ്, അതൊരു നൗൺ ആയിട്ടാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ജെറണ്ട്. എംപ്ലോയീസ് ഹാവ് ദ റൈറ്റ് ടു ഡിസ്കണക്ട്, ടു ഡിസ്കണക്ട് ഇസ് എൻ ഇൻഫിനിറ്റീവ്. അപ്പൊ ഓർക്കുക, റെക്കഗ്നൈസസ് ഇവിടെ ഫൈനൈറ്റ് ആണ്, ഡിഫൈനിങ് വർക്ക് എന്ന് പറയുന്നത് ഇവിടെ നോൺ ഫൈനൈറ്റ് ആണ്, ജെറണ്ട് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എംപ്ലോയീസ് ഹാവ് ദ റൈറ്റ് ടു ഡിസ്കണക്ട് ആഫ്റ്റർ വർക്കിംഗ് അവേഴ്സ്, ടു ഡിസ്കണക്ട് എന്നുള്ളത് ഒരു നോൺ ഫൈനൈറ്റ് ഇൻഫിനിറ്റീവ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫാർ ഇറ്റ്സ് ഗുഡ് റൈറ്റ്. ഇനി കുറച്ച് ഒരു എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ ആദ്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അത്രേ ഉള്ളൂ. ഓക്കെ, എന്ത് ടൈപ്പ് ഓഫ് വേർബ് ആണ് എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The first one, the proposal being debated in parliament seeks to regulate digital labor. എന്താണ് പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് വൺ, the proposal being debated in parliament seeks to regulate digital labor. ഇവിടെ നമുക്ക് ബോൾഡിൽ കൊടുത്തിട്ടുണ്ട് ബീയിങ് ഡിബേറ്റഡ്. ഏതാണ്? ഫൈനൈറ്റ് ആണോ, നോൺ ഫൈനൈറ്റ് ആണോ, അതോ ജെറണ്ട് ആണോ, പാർട്ടിസിപ്പിൾ ആണോ, ഇൻഫിനിറ്റീവ്സ് ആണോ, എന്താണ് പറയേണ്ടത് ഇവിടെ?
പ്രപ്പോസൽ ബീയിങ് ഡിബേറ്റഡ്. ബീയിങ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇവിടെ ഇത് ആക്ച്വലി ആക്ടിങ് ആസ് എ നോൺ ഫൈനൈറ്റ്. നോൺ ഫൈനൈറ്റിന് NF എന്നാണ് കേട്ടോ ഞാൻ എഴുതുന്നത്. NFല് ഇത് വരുന്നത് ഏതാണ്? ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ, PP എന്ന് ഇട്ടേക്കാം കേട്ടോ. ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ ഇവിടെ സീക്സ് വരുമ്പോ എന്താണ് വരേണ്ടത്? സീക്സ് എങ്ങനെയാ അത് വരിക? സീക്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചേഞ്ച് ചെയ്യും. ഓക്കെ. ആ സീക്സ് ഫൈനൈറ്റ് ആണ്, കറക്റ്റ് ആണ്. സീക്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റ്, F ആണ് കേട്ടോ. ഇത് നോൺ ഫൈനൈറ്റ് ആണ്. ബീയിങ് ഡിബേറ്റഡ്, ദ പ്രപ്പോസൽ ബീയിങ് ഡിബേറ്റഡ് ഇൻ പാർലമെന്റ് സീക്സ്. ഈ സീക്സ് ആണ് ഇവിടെ മെയിൻ വെർബായിട്ട് വരിക. ഈ സീക്സ് ഫൈനൈറ്റ് വെർബും ആണ്, അത് ചേഞ്ച് ചെയ്തുകൊണ്ടും ഇരിക്കും. ഓക്കെ. സീക്സ് എന്നുള്ളത് പാർലമെന്റ്സ് എന്നായിരുന്നെങ്കിൽ സീക്ക് ആയനെ, അത്രേ ഉള്ളൂ. ഓക്കെ. ഹാവിംഗ് ബീൻ denied relief, the workers continued protesting outside the office. അപ്പൊ എന്താണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ നോക്കിയാൽ മതി. ഹാവിംഗ് ബീൻ ഡിനൈഡ്, ഇതൊരു പാസീവ് ഫോമിലല്ലേ വരുന്നേ. അപ്പൊ ഇത് എന്തെന്നായിരിക്കും നമുക്ക് ഇവിടെ വരിക? ഫൈനൈറ്റ് ആണ്, നോൺ ഫൈനൈറ്റ് ആണ് വരിക? അത് ആദ്യം പറഞ്ഞാൽ മതി. ഫൈനൈറ്റ് ഓർ നോൺ ഫൈനൈറ്റ്? ഏതാണ്? ഹാവിംഗ് ബീൻ ഡിനൈഡ് ഏതാണ് വരിക? ഇതൊരു നോൺ ഫൈനൈറ്റ് ആണ്. അഗൈൻ നമ്മൾ ആസീവ് വോയിസിൽ യൂസ് ചെയ്യുന്ന കാരണം പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. എന്തായിട്ട് യൂസ് ചെയ്യുന്നു? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ഓക്കെ. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ, സോറി, നോട്ട് പ്രസന്റ് അല്ല. ഇത് മൂന്നാമത്തെ പറഞ്ഞില്ലല്ലേ നിങ്ങളുടെ അടുത്ത്? ഇതാണ് ആ പെർഫെക്റ്റ് പാർട്ടിസിപ്പിളിന്റെ എക്സാമ്പിൾ കേട്ടോ. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഹാവിംഗ് പ്ലസ് ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. ഓക്കെ. പ്രസന്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഹാവിംഗ് വരും, V3 ഫോം ഓഫ് ദ വെർബും വരും കേട്ടോ. അതാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. സോറി, ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ, വിട്ടുപോയതാണേ. വർക്കേഴ്സ് കണ്ടിന്യൂഡ്, ഇവിടെ കണ്ടിന്യൂഡ് എന്ത് വരും? കണ്ടിന്യൂഡ് വേണമെങ്കിൽ എനിക്ക് കണ്ടിന്യൂസ് ആക്കാം. അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? ഹാവിംഗ് ബീൻ ഡിനൈഡ് റിലീഫ് വർക്ക്, ദ വർക്കേഴ്സ് കണ്ടിന്യൂസ് to protest. The workers continue to protest ആയിരുന്നു. continued ആകാം. workers are continuing to protest ആണ്. അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? ഫൈനൈറ്റ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, the report submitted by the committee appears to challenge existing norms. submitted ഏതാണ്? എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. നോൺ ഫൈനൈറ്റ് ആണ്. ഏതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. V3 ഫോം ഓഫ് ദ വെർബ് ആണ്. അപ്പൊ ഏതാണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ രണ്ടാമത് വരുന്ന സാധനം ഏതാണ്? ദ കമ്മിറ്റി അപ്പിയേഴ്സ്. വേണേ മാറ്റാം. യെസ്, ഇത് ഫൈനൈറ്റ് ആണ്. ഓക്കെ. ഇത് ഫൈനൈറ്റ് വെർബ് ആണ്. ഓക്കെ. കമ്മിറ്റി അപ്പിയേഴ്സ് ടു ചാലഞ്ച് എക്സിസ്റ്റിംഗ് നോംസ് അവിടെ ഫൈനൈറ്റ് വെർബ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ബീയിങ് ഡിബേറ്റഡ് എന്നുള്ളത് നമുക്ക് ആദ്യത്തേനകത്ത് ബീയിങ് ഡിബേറ്റഡ് എന്നുള്ളത് ഏതായിട്ടാണ് വരുന്നത്? ഫസ്റ്റ് വണ്ണിൻ്റെനകത്ത് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് യൂസ് ചെയ്തു. ഇത് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇത് മൂന്നെണ്ണം ഫൈനൈറ്റിന്റെ ആണ് എക്സാമ്പിൾസ്. ഓക്കെ. ഇനി എംപ്ലോയീസ് എക്സ്പെക്റ്റഡ് ടു റെസ്പോണ്ട് ആഫ്റ്റർ hours മേ ഫേസ് ബേൺ ഔട്ട്. ഏതാണ് വരിക? എംപ്ലോയീസ് എക്സ്പെക്റ്റഡ്. എക്സ്പെക്റ്റഡ് ഏതാണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അഗൈൻ ദിസ് ഇസ് നോൺ ഫൈനൈറ്റ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് കേട്ടോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അടുത്തത് ഏതായിരിക്കും വരുന്നത്? മേ ഫേസ്. ഇത് ഫൈനൈറ്റ് ആണ് കേട്ടോ. ഇവിടെ മേ എന്നുള്ളത് ഒരു മോഡലും കൂടെ വന്നിട്ടുണ്ട്. മോഡൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് വന്നേക്കുന്നത് കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. മേ ഫേസ് എന്ന് പറയുന്നത് മോഡൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് വന്നേക്കുന്നത്. The judge was persuaded to reconsider the matter raised earlier. The judge was persuaded. Was persuaded. ഏതായിരിക്കും വന്നേക്കുന്നത്? Was persuaded. ഇവിടെ നോക്കിക്കേ, പാസീവ് ഫോമിലോട്ടാണ്, ഫൈനൈറ്റ് വെർബ് ആണ്. Will be persuaded എന്ന് വേണേ എനിക്ക് പറയാം. The judge is persuaded എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. Isn't it? To reconsider the matter raised earlier. Raised ഏതാണ്? ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട്. ടു റീകൺസിഡർ ഏതാണെന്നൊന്ന് പറഞ്ഞേ. ഞാൻ റേസ്ഡ് പറയുമ്പോഴേക്കും ടു റീകൺസിഡറിന്റെ ആൻസറിനകത്ത് എഴുതണേ. ഇവിടെ ടു റേസ്ഡ് എന്നുള്ളത് നോൺ ഫൈനൈറ്റ് ആണ്. അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ടു വരുന്ന ഏതാണ്? നോൺ ഫൈനൈറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ടു വരുന്ന ഏത് ടൈപ്പാണ്?
ടു റീകൺസിഡർ. നമ്മൾ നേരത്തെ പറഞ്ഞു ടു ഏതിന്റെ എക്സാമ്പിൾ ആണെന്ന്. ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, ഏതിന്റെ എക്സാമ്പിൾ ആണെന്ന് മനസ്സിലായല്ലോ? ഏതാണ്? ആൻസർ എഴുതിക്കേ. ടു റീകൺസിഡർ. അവിടെ ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. ടു റീകൺസിഡർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് correct infinitives. Yes, working long hours. ഇവിടെ നോക്കിക്കോണേ, രണ്ടിടത്തും വർക്കിംഗ് ആണ് വന്നേക്കുന്നത്. പക്ഷെ ഇത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. ജെറണ്ടും ഇൻഫിനിറ്റീവ്സ്, ജെറണ്ടും പ്രസന്റ് പാർട്ടിസിപ്പിളും ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അത് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തതാണ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വർക്കിംഗ് ലോങ് hours വിത്തൗട്ട് ബ്രേക്സ് ലീഡ് ടു ബേൺ ഔട്ട്സ്. അപ്പൊ ഇവിടുത്തെ വർക്കിംഗ് എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? Is it a noun or an adjective? Working long hours. അതൊരു noun അല്ലേ വരുന്നേ, അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഏഴാമത്തതും കൂടെ നോക്കി പോവാം. The employees working after office hours. അപ്പം working എന്നുള്ളത് എന്താണ് ഇവിടെ വരിക? Employees working after office hours demanded. ഏതാണ് ഇവിടെ? ഇത് present. ഏതാണ് ആൻസർ വരിക? നിങ്ങൾ ആൻസർ എഴുതി പോണോ കേട്ടോ. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് വരിക. അപ്പൊ ഇവിടെ എന്താണ്? ജെറണ്ട്. ഓക്കെ, ഈ വർക്കിംഗ് ലോങ് hours എന്നുള്ളത് നൗൺ ആയിട്ടും എംപ്ലോയീസ് എങ്ങനെ വർക്കിംഗ് ആഫ്റ്റർ hours എന്നുള്ളത് ഇവിടെ adjective ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഇസ് വൈ ദിസ് കംസ് ആസ് എ പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ബ്രേക്സ് ഉണ്ട് അല്ലെ? ബ്രേക്സ് ഏതാണ് വേണമെങ്കിലും നമുക്ക് പറയാം. അല്ലെ, ബ്രേക്സ് അല്ല, ലീഡ്സ് ഇവിടെ ഫൈനൈറ്റ് ആണ്. വിത്തൗട്ട് ബ്രേക്സ് ലീഡ്സ് ടു ഇത്. പിന്നെ ഇവിടെ ഡിമാൻഡഡ് വന്നിട്ടുണ്ട്. ഡിമാൻഡഡ് ഓൾസോ ഇറ്റ്സ് എ ഫൈനൈറ്റ് വെർബ്. ഇത് വേണമെങ്കിൽ ഒരു ദിവസം കൂടെ കറക്റ്റ് ആണ് കേട്ടോ. യെസ്, ജെറണ്ട് ആണ്. സോ ഐ തിങ്ക് ഐ എം ഗെറ്റിംഗ് ദ റെസ്പോൺസസ് എ ലിറ്റിൽ സ്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഒരുപാട് ലേറ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പറഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങൾ ഇത് വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ഈ ഫൈനൈറ്റ് വേർബ്സ്, ഐഡന്റിഫൈ ദ വേർബ്സ് എന്നുള്ളത് നമുക്ക് ഒരു ക്ലാസ്സിൽ കൂടെ നമുക്ക് ചെയ്ത് നോക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ള ഒരു ടോപ്പിക്കാണ് ജെറണ്ടും ഇൻഫിനിറ്റീവ്സും അതുപോലെ തന്നെ പ്രസന്റ് പാർട്ടിസിപ്പിളും ഒക്കെ വരുമ്പോൾ ഒരു ഇച്ചിരി കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. സോ നമ്മളിവിടെ ആൻസേഴ്സ് കൊടുത്തു പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻസേഴ്സ് എല്ലാം. സോ നിങ്ങൾക്കത് ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് ആൻസേഴ്സ് നമുക്ക് എടുത്തു നോക്കാം. തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ ഇതിന്റെ ഒപ്പം ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണേ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സില്. യെസ്, അപ്പം എന്താണ്, നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പറയാനുള്ളത്. നമുക്ക് ന്യൂ ഇയർ ആയിട്ട് എന്താ പറയാ, ന്യൂ ഗോൾസ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ എല്ലാവരും വിത്തൗട്ട് മച്ച് ഡിലേ നിങ്ങൾ എന്താ പറയുക എൻട്രിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടാവും. അതുപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാകും. PYQസും മോക്ക് ടെസ്റ്റും അതുപോലെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനത്തെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ 45% ഓഫ് വരെ വരുന്നുണ്ട്. സോ വിത്തൗട്ട് മച്ച് ഡിലേ ഇപ്പൊ പ്രാക്ടീസ് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അടുത്ത കൊല്ലം ജോലിക്ക് കയറാനായിട്ട് സാധിക്കും. സോ മൈ ഡിയർ വൺസ്, അപ്പം എല്ലാവരും ജോയിൻ ചെയ്യുക. താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ 7736122215 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ക്ലാരിഫിക്കേഷൻസും എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ടോ അതെല്ലാം ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു മൈ ഡിയർ വൺസ്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. നമ്മൾ ഇനി കാണുന്നത് നെക്സ്റ്റ് ട്യൂസ്ഡേ ആയിരിക്കും. സോ വിഷ് യു എ വെരി ഹാപ്പി പീസ്ഫുൾ ക്രിസ്മസ്. എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുക. എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഓക്കെ, so thank you my dear ones. Thank you Adarsh and all the others who participated. ആരൊക്കെ, അരവിന്ദ് അല്ലെ, എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഓക്കെ, എൻജോയ് യുവർ ക്രിസ്മസ് എവ്രിവൺ. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. നമ്മളുടെ ആഘോഷങ്ങളാണ് നമ്മളുടെ ഏറ്റവും വലിയ എസെൻസ് എന്ന് പറയുന്നത് അല്ലെ. സോ ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലിജൻ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ കൾച്ചറൽ ഡിസ്പാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് എല്ലാവരും ഒരുപോലെ തന്നെ ആഘോഷിക്കാം. ഓക്കെ, yes, Merry Christmas. Okay, bye bye, take care.